എണ്ണിയാൽ തീരാത്ത യാത്ര പടച്ചോന്റെ ഖജനാവിലെത്ര എണ്ണിയാൽ തീരാത്ത യാത്ര അളവില്ലാത്ത ധനമുള്ള ഖജനാവ് നൽകും തോറും നിറയും ഖജനാവ് അളവില്ലാത്ത ധനമുള്ള ഖജനാവ് നൽകും തോറും നിറയും ഖജനാവ് പടച്ചോന്റെ ഖജനാവ് പടച്ചോന്റെ ഖജനാവ് പടച്ചോന്റെ ഖജനാവ് പടച്ചോന്റെ ഖജനാവ് പടച്ചോന്റെ ഖജനാവിലെത്ര എണ്ണിയാൽ തീരാത്ത യാത്ര പണമുള്ള നേരത്ത് ബന്ധങ്ങൾ വളരുന്നു പണമില്ല സമയത്ത് ബന്ധങ്ങൾ അകലുന്നു പണമുള്ള നേരത്ത് ബന്ധങ്ങൾ വളരുന്നു പണമില്ല സമയത്ത് ബന്ധങ്ങൾ അകലുന്നു പണമാണ് ഉലകിൽ പേരും പെരുമയും പണമില്ലാത്തൊരുവൻ പിണമാണ് മണ്ണിൽ പണമാണ് ഉലകിൽ പേരും പെരുമയും പണമില്ലാത്തൊരുവൻ പിണമാണ് മണ്ണിൽ നാളെ മഹ്ശറമുറ്റത്ത് ഈ സമ്പത്തൊന്നും തുണയാവില്ല ആ നേരത്ത് നാളെ മഹ്ശറമുറ്റത്ത് ഈ സമ്പത്തൊന്നും തുണയാവില്ല ആ നേരത്ത് പടച്ചോന്റെ ഖജനാവിലെത്ര എണ്ണിയാൽ തീരാത്ത യാത്ര ദരിദ്രനാം മനുജൻ ധനികനായി മാറും ധനവാനൊരു നാൾ യാചകനായി തീരും ദരിദ്രനാം മനുജൻ ധനികനായി മാറും ധനവാനൊരു നാൾ യാചകനായി തീരും ഉലകിന്റെ നാഥൻ നിനയ്ക്കും ക്ഷണമിതിൽ മർത്യരിൽ ഭവിക്കും മറിമായങ്ങൾ ഉലകിന്റെ നാഥൻ നിനയ്ക്കും ക്ഷണമിതിൽ മർത്യരിൽ ഭവിക്കും മറിമായങ്ങൾ നാളെ മഹ്ശറമുറ്റത്ത് ഈ സമ്പത്തൊന്നും തുണയാവില്ല ആ നേരത്ത് നാളെ മഹ്ശറമുറ്റത്ത് ഈ സമ്പത്തൊന്നും തുണയാവില്ല
പടച്ചോന്റെ ഖജനാവിലെത്ര എണ്ണിയാൽ തീരാത്ത യാത്ര പടച്ചോന്റെ ഖജനാവിലെത്ര എണ്ണിയാൽ തീരാത്ത യാത്ര. الصلاة خير من النوم الصلاة خير من النوم الله أكبر الله أكبر لا إله إلا الله. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. لا إله إلا الله 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 الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله الله أكبر الله. സൈനബാ സൈനബോ നേരം വെച്ചാകുമ്പത്തിന് കന്ന് കാറല്ലേ മനസ്സാ ഇജാ പുട്ട് ചുട്ടൊക്കെ ഒന്ന് കൊണ്ടൊക്കെ വലാല. എന്റെ പുന്നാര മോൻ നീച്ചാലുണ്ടല്ലോ ഒരു തരി പുട്ട് കച്ചവടത്തിനിട്ടൂല. നിസ്കാരം കഴിഞ്ഞ ആൾക്കാർ ഇപ്പടെത്തും. ബാക്കിയുള്ളവർക്ക് സലാം കിട്ടിയ ഓർമ്മയുണ്ട്. കച്ചവടത്തിന്റെ കാര്യമായോണ്ട് നിസ്കാരത്തിലൊന്നും ശ്രദ്ധിക്കാനും പറ്റണില്ല. ഇങ്ങോട്ട് കേട്ടെ, ഞാൻ വായിച്ചു തരാം. അടിപിടി കേസിൽ അറസ്റ്റിൽ നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഇന്നലെ ഉണ്ടായ അടിപിടി കേസിൽ തല്ലിപ്പൊളി ജബ്ബാർ എന്ന ജബ്ബാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്തക്കുന്നിലെ തുണി വ്യാപാരിയായ സുകുമാരൻ നായർ കടയടച്ച് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ പിറകിൽ നിന്ന് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. അതെ, ഓൻ തന്നെ. ഇങ്ങളാണ് വായിച്ചാണി. തലക്ക് ഗുരുതരമായി പരിക്കേറ്റ സുകുമാരൻ നായരെ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനു മുമ്പും പല അടിപിടി കേസിലും പ്രതിയായിരുന്നു ജബ്ബാർ. വാലൈക്കും സലാം. മുല്ലാക്ക അത് കണ്ടോളി, ജബ്ബാറിനെ പോലീസ് പിടിച്ചു പോകുന്നു. വെറുതെ നടക്കുന്നതിനൊന്നും പോലീസ് പിടിക്കൂലല്ലോ. നിങ്ങൾ വായിച്ചൊക്കെ ഞാൻ കേട്ടു. ഒന്നിനാത്രം പോകുന്ന മക്കള് ഇങ്ങനൊക്കെ ആയ തന്തിയും തള്ളി എന്താ കാട്ടുക? പടച്ചോ ഓന് നല്ല ബുദ്ധി തോന്നിക്കട്ടെ. മൊല്ലാക്ക നിങ്ങള് ബേജാറാണ്ട, ചായ കുടിക്കി. ഈ മൊല്ലാക്കാൻ്റെ ഒരു അവസ്ഥയെ നല്ലൊരു ആൺകുട്ടിയുള്ളത് ഇങ്ങനെ
2 പെൺകുട്ടികളിൽ ഒന്നിനെ കെട്ടിച്ചെന്നേ ഉള്ളൂ. എന്നിട്ടിപ്പോ എന്താ, ഒരു കുട്ടിയായപ്പോഴത്തിന് ഓൻ പോയില്ലേ? ഓന് തോന്നുമ്പോക്കെ ഓൻ കേറി വരും. അല്ല അപ്പൊ ഈ ജബ്ബാർ കുടുംബൊക്കെ നോക്കാത്ത കുട്ടിയാ? ഓൻ പെരേക്ക് എന്നിട്ടൊരു കൊല്ലായി. ഓൻ മര്യാദക്കാൻ എത്ര നന്നായിനി. ഇനിയിപ്പൊ കെട്ടിക്കാൻ വേറൊന്നുണ്ടല്ലോ. ചെലവിനൊക്കെ ഐറ്റങ്ങളെന്താ കാട്ടണാവും. ഈ പള്ളിന്ന് കുട്ടണൊക്കെ ഒത്തുപോവോ? ഒത്തുപോയിക്കാരം എത്തപ്പ കാട്ടുക. പുള്ളിച്ചിക്കോഴി മുട്ടിട്ടൂലേ? മോളെ സാബിറ, എവിടുത്തു കുട്ടി നീച്ചല്ലേ? ഓ നീച്ചിട്ടില്ല. ഇന്നലത്തെ ആ പനീന്റെ ക്ഷീണാണെന്നാ തോന്നണ്. നല്ല ഉറക്കാണ്. എന്തേപ്പാ നിങ്ങക്കൊരു ക്ഷീണം പോലെ? ഒന്നുമില്ലമ്മ. സെലി എടുത്തു. ഓള് കോയിനെ വിടുക. സെലിയേ, അന്നതാ ബാപ്പ വരുന്നു. ഇന്നത്തെ പേപ്പറിൽ ഒരു വാർത്തണ്ട്. നിങ്ങളെ കാക്കാനെ പറ്റി. ഇക്കാക്കാക്ക് എന്താ പറ്റിയേ? ഓനൊന്നും പറ്റിയിട്ടില്ല. ഓൻ പറ്റിച്ചതാ. നിലമ്പൂർ ചന്തക്കുന്ന് അങ്ങാടിയില് തല്ലുണ്ടാക്കിയിരുന്നു. പോലീസ് പിടിച്ചിരുന്നു. പോലീസുകാർ ഇക്കാക്കാനെ തല്ലൂലേ? നിങ്ങൾ ഒന്ന് പോയി നോക്കിയാണ്. മുമ്പ് 1-2 തവണ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഞാൻ പോയതാണല്ലോ. അതൊന്നും ഓൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമ്മൾ കുത്തിപ്പിടിച്ച് അവിടെ എത്തുമ്പോത്തിന് ഓൻ ഇറങ്ങിയിട്ടുണ്ടാവും. പോലീസ് ജയിലിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഞമ്മക്കല്ലേ ബേജാറുള്ളൂ. ഓനിപ്പോ എന്താ? ഓനെ തല്ലിക്കാനും തല്ലിച്ചിറക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. ഒന്ന് പോയി നോക്കിക്കോളി. ഇങ്ങള് വെറുതെ ബേജാറാണ്ട മക്കളെ. ഓൻ എന്തെങ്കിലും നല്ല ബുദ്ധി തോന്നി തിരിച്ചു വരും. എനിക്ക് പതിനേക്കാളിലും വലിയ സങ്കടം എൻ്റെ കാര്യത്തില. മനാഫ് വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? ഇത്താത്തിയും ബാപ്പയും അതും ഇതും ഓർത്ത് വെറുതെ മനസ്സ് ബേജാറാക്കല്ലേ. അല്ല, നമ്മളെന്തിനാ അല്ലെങ്കിൽ ഇതൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നത്? പടച്ചോൻ വിചാരിക്കണ ഒക്കെ നടക്കും. വല്ലിപ്പച്ചി എന്തിനാ കരയണത്? എന്റെ ഉപ്പച്ചി വരാഞ്ഞിട്ടാ? അത് സാരല്ല. മോളെ, ഇവന്റെ പനി ശരിക്കും കണ്ട് വിട്ടിട്ടില്ല. ഇപ്പോഴും നല്ല ചൂടാ. ഇവൻ ആ റെയിൻ ഡോക്ടർ ഒന്നുകൂടെ കാണിക്കണം. കണ്ണൊന്ന് നോക്കട്ടെ. ഇനി നാവൊന്ന് കിട്ടിക്കേ. ആ, നാവിട്ട്. ശ്വാസം വലിച്ചേ. വലിക്കേ. ഒന്ന് തിരിഞ്ഞിരുന്നേ. വലിക്കേ. രണ്ട് മണിക്കൂർ ഇടവിട്ട് ഞാൻ തന്ന ഗുളിക തന്നെ കൊടുക്കണം. ബാപ്പയ്ക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ? അല്ല, മനാഫിപ്പ അടുത്തെങ്ങാനും വന്നിരുന്നോ? വന്നിട്ടൊരു മാസായി. എവിടെയാന്ന് വല്ല വിവരമുണ്ടോ? ഇല്ല. എന്നാ ശരി, ഇത് കൊടുത്താൽ മതി.
എന്താ കോയെ പ്രശ്നം? കോമു പിന്നെയും പണി പറ്റിച്ചു എന്നാ തോന്നണേ. നമ്മുടെ കോമു വീണ്ടും ആത്മഹത്യ ചെയ്യാൻ നോക്കിയോ? ഞാൻ അങ്ങോട്ട് വരാം. അല്ല ഡോക്ടറെ, തീർന്നോ? ഒരനക്കവും കാണണില്ല. കോമല്ലേ, അത്ര പെട്ടെന്നൊന്നും തീരില്ല. ആത്മഹത്യ പറ്റിക്കൽ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. മൊല്ലാക്കാനെ വിളിക്കണ്ടേ? കബർ കുത്തണ്ടേ? എന്താ കോമു, ഇനിയും നിർത്താറായില്ലേ ഈ തൂങ്ങിച്ചാവലും വിഷം കുടിക്കലും ഒക്കെ? ഓലക്കൊണ്ടല്ലോ ഓളെ 3-4 അടി ഞാൻ ഈ പെരടിയോണ്ട തർത്ത്. ഓളോ? ആര്? ഇന്റെ പെണ്ണുങ്ങളെ. ഓളേത്ത് നിനക്ക് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ല, അതും ശരിയാണ്. അല്ല, എന്നാലും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത എന്താ ഉണ്ടായേ? അങ്ങനെ ചോദിക്ക്. ഒരു പേപ്പർ വായിച്ചാ ഓളിങ്ങനെ കാട്ടിയത്. പത്രം വായിച്ചിനോ? അതെന്തായാലും ഉണ്ടാവില്ല, കാരണം എനിക്ക് പേപ്പർ വായിച്ചാൻ അറിയില്ലോ. ഞാനല്ല, എന്റെ പെണ്ണുങ്ങളാ വായിച്ചത്. നജ്ജൊന്നാൽ പെട്ടെന്ന് പറഞ്ഞു വലത്തേക്ക. എവിടെയോ ഒരാൾ ഒരു സൈക്കിൾ പറ്റിയിട്ട് ഓന്റെ പെണ്ണുങ്ങളെ വിറ്റോലോ. എന്നിട്ട് ഓൾ ഇന്നോടൊരു ചോദ്യം, അതിനെന്താ മറുപടി പറഞ്ഞത്? ഞാൻ അങ്ങനെ കാട്ടൂലെന്ന് പറഞ്ഞു. പിന്നെ എന്താ പ്രശ്നം തന്നെ ഒലക്കൊണ്ട് കുത്താന്? ഇത് തിടക്കം കാട്ടല്ലേ ചങ്ങായി. ഞാൻ പറയട്ടെ, മിനിമം ഒരു സ്കൂട്ടറെങ്കിലും കിട്ടാതെ ഞാൻ നിന്നെ കൊടുക്കില്ല. അത് പറഞ്ഞത് ഓർമ്മയുണ്ട്. പിന്നെ ഈ പരുവത്തിലായി. പിന്നെ ഓളൊരു കാര്യം കൂടി ചെയ്തു. അത് കേൾക്കണം നിങ്ങൾക്ക്. എന്റെ തുണി കുപ്പ എടുത്തൊരു ഒറ്റ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഓക്ക് നല്ല ആരോഗ്യം തന്നെ. അല്ല, ഒരു തുണി കുപ്പ എടുത്തറിയപ്പോ എത്ര ആരോഗ്യം വേണോ? അതിൻ്റെ ഉള്ളിൽ ഞാൻ ഉണ്ടായിരുന്നു. ഓളോട് പ്രതികാരം ചെയ്യാനാ ഞാൻ തൂങ്ങാൻ പോയത്. എന്നാ ഓളെ പോലീസ് പിടിച്ചോലോ. അതിപ്പോ ഇങ്ങനെയായി. ഈ കോമുവിനെ രക്ഷിക്കാൻ പോയ എന്നെ ചവിട്ടാനാളായിട്ടാ. അതിനിപ്പോ ഇനി ആളില്ലായിട്ട് വിഷമിച്ചേണ്ട. അത് നിങ്ങൾ എന്തിനാ വഴക്കുണ്ടാക്കണ്? അത് നമ്മുടെ കോമു അല്ലേ. ഒന്നാണ് തന്നാ കാണണ്ടല്ല. അല്ല കോയെ, പൊന്നാങ്കരയിലേക്ക് വീണ്ടും കോഴി വേണ്ടി വന്ന് തുടങ്ങിയാലോ? അപ്പുസ്മാനെ, കോയിക്കാതന്റെ പിരാന്ത് മാറിയേച്ച് അറിഞ്ഞില്ലേ? അപ്പൊ ശരിക്കും പിരാന്ത് തന്നെ. പിരാന്ത് എന്ന് വെച്ചാ ഒരു തരം പിരാന്ത്. എന്തൊക്കെയോ ചികിത്സ നടത്തി. ഇപ്പൊ പണ്ടത്തെ കാണ ക്ലിയർ ആണോന്. ആ സുഗുണ, ഒന്ന് നിക്കുവോ? അല്ല സുഗുണ, എങ്ങട്ടാ ഈ കോഴിക്കളെ? ഇത് നമ്മളെ കോഴിക്കാതന്റെ അടിയേക്കാണ്. അപ്പൊ കോഴിക്കാതന്റെ പിരാന്തൊക്കെ മാറിയോ? മാറിയിട്ടില്ലേ? പേടിച്ചണങ്ങായി, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. പണ്ട് ഞാൻ കോഴി ഉണ്ടെന്നപ്പോ ഓന് കോഴി വെട്ടാൻ ഒരാള് വേണമെന്നാ. നിങ്ങൾക്ക് ഏതായാലും പണിയൊന്നുമില്ലല്ലോ. അത് ശരി. എന്നിട്ട് വേണം എനക്ക് ഓനക്കോടും കജ്ജും കാലും പെട്ടിച്ചല്ലേ കുട്ടോ. ഞാൻ ബാക്കിൽ വരാം. ഞാൻ പോയാ കേട്ടോ. ചിക്കൻ കുനിയ പറഞ്ഞ നാട്ടുകാരെ വിചാരം കോയിനെ കൊണ്ടാന്ന. വിവരം വേണ്ട. നേരം വെളുത്തിന് ശേഷം ആകെ ഒരു കോഴിയാ വിറ്റ്. അല്ല കാതിരിക്ക, നിങ്ങളെ പില കണ്ടി ബീരാനല്ലേ, പില എവിടെ പോയി? ഞാൻ 2 ആഴ്ച പിരാന്തായി ഇവിടെ കടന്നപ്പോഴേ ഈ നാട്ടിലെ ഏതോ ഇന്നെക്കാട്ടും പിരാന്തുള്ള കുട്ടികളെ ചെയ്ത പണിയാണ്. അനക്ക് ബൈക്കോക്കി ഒന്നും മാറ്റിക്കളാ. ആരീ കണ്ടി ബീരാൻ? എത്താജി പറഞ്ഞു കണ്ടി ബീരാനോ? പില കണ്ടി ബീരാനാജി ഈ കോയിക്കാദറിന്റെ വാപ്പ. പണ്ട് അജ്ജിന് പോയപ്പോ മക്കത്തുനിന്ന് ഭരിച്ച മാപ്പാന്റെ ഓർമ്മക്കും വേണ്ടി ഈ മകൻ തുടങ്ങിയതാ ഈ ചിക്കൻ സ്റ്റാള്. പില കണ്ടി ബീരാൻ മെമ്മോറിയൽ ചിക്കൻ സ്റ്റാൾ. അല്ല കാതിരിക്ക, മരുന്നൊക്കെ ശരിക്കും കുടിക്കുന്നുണ്ടല്ലേ? എന്താ എനിക്ക് സംശയം ഉണ്ടോ? എന്റെ പിരാന്ത് മാറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അല്ല, ചെറിയൊരു സംശയം. എനിക്കല്ല, നമ്മുടെ തിരുപ്പം കോയക്ക. തിരുപ്പം കോയക്ക അങ്ങനെ സംശയം ഉണ്ട്. അനക്ക് എങ്ങനെയാ മനസ്സിലായത്? ഞാൻ അങ്ങോട്ട് വരുന്ന വഴിക്ക് കോയ പറഞ്ഞതാ. ആളിന്റെ പിന്നാലുണ്ട്. എന്നിട്ട് ബേർട്ടോണ്. ഞാൻ പോവാ കാതിരിക്ക. മാറിയിട്ടില്ല. പിരാന്ത് ശരിക്ക് മാറിയിട്ടില്ല മനസ്സിലായി. സുഗുണ രക്ഷപ്പെട്ടൂലേ?
ഇതിന്റെ പിരാന്ത് അളക്കാൻ വേണ്ടി വന്നോ? കാതറേ അന്റെ പിരാന്ത് അളക്കാൻ വന്നല്ലേ ഇച്ചിന്റെ കുട്ടിയാക്ക് അരിയാക്കാൻ വല്ല പണിയും കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നതാ. ഹാ എന്നാ എനിക്ക് പറ്റിയ പണി നമ്മളെടുത്തുണ്ട്. അത് ഇജ്ജ് എന്നെ എടുക്കും വേണം. ആ കോയിന്റെ വേസ്റ്റ് ഒക്കെ പാടേ ഒരു ചാക്കിലാക്കി ആ മെയിൻ റോഡുമേ കൊണ്ടുപോയാണ്ട് ഇട്ടളാ. വല്ല വണ്ടിയും കാറൊക്കെ വന്നുകാണ്ടേ അത് തേഞ്ഞറിഞ്ഞാൽ പോയിക്കോളൂ. അല്ലാതെ ഇതൊക്കെ പാടെ കുഴിച്ചിടാ ഇന്റെ തൊടുവിലൂടെ മണ്ണ്. അപ്പൊ നാട്ടുകാരെ അടിയൊക്കെ ഞാൻ ഇഞ്ഞും കൊള്ളണല്ലേ? അതിനിപ്പോ ഇജ്ജ് എവിടെ നാട്ടുകാരെ അടിയുള്ള നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി വല്ലതും കിട്ടിക്കണമെങ്കിൽ ഇജ്ജാണ് വാങ്ങി പോന്നളാ. ആ എന്താടാ കൊച്ചനെ സഞ്ചിയും കുപ്പിയൊക്കെ ആയിട്ട്? കുറച്ച് സാധനങ്ങൾ വേണമെന്ന് ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഇതാ ചീട്ട്. ചീട്ടും മണ്ണാങ്കട്ടി ഒന്നും വേണ്ട. കാശുണ്ടോ കയ്യില്? ഇതിന്റെ മുമ്പിലത്തെ പൈസ തന്നെ കുറച്ചുകൂടെ തരാനുണ്ട്. 556 രൂപ 50 പൈസ. അത് തീർത്തിട്ട് മതി മോനെ അടുത്ത പറ്റ്. വിട്ടോ. 2 ദിവസം കഴിഞ്ഞാൽ വല്ലിപ്പച്ചിക്ക് പള്ളിക്കന്ന് ശമ്പളം കിട്ടുമ്പോ തരാന്ന് ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. എന്നാ മോനൊരു കാര്യം ചെയ്, വല്യപ്പച്ചിക്ക് പള്ളിന്ന് ശമ്പളം കിട്ടിയിട്ട് വാങ്ങിച്ചാ മതി കേട്ടോ. വിട്ടോ. ഇവർക്കൊക്കെ ചെലവിന് കൊടുക്കാൻ കർത്താവോ വല്ല കാര്യം ഉണ്ടെങ്കിലും തിരക്കേടില്ല. തെണ്ടികള്. വർഗീസേട്ടാ, നിങ്ങൾ ഇത്ര കണ്ണുചോറില്ലാത്തനായല്ലോ. നിങ്ങൾക്കുമില്ലേ കുടുംബവും കുട്ടികളും ഒക്കെ? നിങ്ങളുടെ സംസാരം കേട്ടോണ്ടാ ഞാൻ വന്നത്. അത് കേട്ട് തലയാട്ടിച്ചിരിക്കാൻ ഇവിടെ ചില ഇരുകാലി മൃഗങ്ങൾ വേറെയും. ഡോക്ടർ ഈ കേസിന് എന്റെ പക്കിട്ട് കയറുന്ന എന്തിനാ? നിങ്ങളെ ഞാൻ നോവിച്ചപ്പോ നിങ്ങൾക്ക് നൊന്തുവല്ലേ. എന്നാൽ ഈ കുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിച്ചപ്പോ പ്രതികരിക്കാൻ പോലും കഴിയാതെ അവൻ എത്ര വേദനിച്ചിട്ടുണ്ടാവും. അത് മനസ്സിലാക്കണമെങ്കിൽ മനസാക്ഷി എന്നൊരു സാധനം വേണം. അത് പലചരക്കടയിൽ വാങ്ങാൻ കിട്ടില്ല. ഇപ്പോ ഇവന് വേണ്ട സാധനങ്ങൾ കൊടുക്കുക, അതിന്റെ കാശ് ഞാൻ തരും. ഓക്കെ. ഒന്നെങ്കിൽ ഈ ചെറുക്കന്റെ തള്ളയാവും നോട്ടയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഭൂലോകരമ്പേ. അല്ലാതെ മനുഷ്യപ്പറ്റി കാണിക്കാൻ കയ്യിലെ കാശ് കൊണ്ടൊരു ചെലവാക്കുവോ? വർഗീസ് സാധനങ്ങളൊന്നും തരൂല എന്നാ ഞാൻ കരുതിയത്. ഓനെ നല്ല ബുദ്ധി തോന്നി തുടങ്ങിയോ? വല്ലിപ്പച്ചേ, ആ മൊരടൻ വർഗീസേട്ടനെ കളിയാക്കി തിരിച്ചു വിടുക ചെയ്തത്. പിന്നെ നമ്മളെ റഹീം ഡോക്ടറാ എനിക്കിതൊക്കെ വാങ്ങി തന്നത്. അപ്പോഴാ എന്റെ സങ്കടം നിന്നത്. വല്യപ്പച്ചിന്റെ കുട്ടി വിഷമിക്കണ്ടോ, അതൊക്കെ പടച്ചോൻ കാണും. എന്നാലും പടച്ചോൻ റഹീം ഡോക്ടർ രൂപത്തില് അന്നെ സഹായിച്ചില്ലേ, വേറെ ഏതെങ്കിലും രൂപത്തില് അന്നെ കളിയാക്കി ശിക്ഷിക്കുകയും ചെയ്യും. മനസ്സ് വിഷമിക്കണ്ടോ. ആ ഡോക്ടർക്ക് ഇപ്പോൾ കുറേ കാശ് കൊടുക്കാണ്ട്. ഹാഷിമിൻ്റെ പനീൻ്റെ മരുന്ന്, പൊന്നാനീത്ത അമ്മായി മരിച്ചപ്പോൾ നമ്മൾ പോവാൻ നേരത്ത് വണ്ടിക്കൂലി ഇല്ലാന്നറിഞ്ഞ് 100 ഉറുപ്പ്യ തന്നത്. ഉപ്പാൻ്റെ പല പ്രാവശ്യത്തെ മരുന്നിൻ്റെ കാശ് അയാൾ നല്ല മനസ്സോടെ തന്ന് സഹായിക്കണതാണെങ്കിലും നമ്മളത് തിരിച്ചു കൊടുക്കണ്ടല്ലേ. മറ്റൊന്ന് എന്റെ പള്ളിക്കത്തെ ശമ്പളക്കായി കിട്ടുമ്പോ അതിന് നുള്ളി ഓരിയേക്കാൻ കുറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും റഹീമിന്റെ മുഴുവൻ നമുക്ക് കൊടുക്കണം. അതിന്റെ ശേഷം വേണം സെലീന കിടക്കുണ്ടാവണ ആ ചെന്നിക്കുത്തിനെ ഒന്ന് കാട്ടാം. മോളെ സെലിയേ, മോളെ അനക്കിപ്പോഴും അധികം ഉണ്ടാവണ്ടോ ആ തലവേദന? കൂടുതലൊന്നുമില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഉപ്പാ. ഉപ്പാന്റെ കുട്ടി വിഷമിക്കാം, നമുക്ക് ഉടനെ കാണിക്കട്ടോ. അൽഹംദുലില്ലാ. എന്തൊരു കുയിലത്, ഐശ്വാസം വരുന്നു. മർഹബ മർഹബ തുർക്ക് പെണ്ണെ മഹർബ, പട്ടുകൊട്ട ചോറ് തിന്ന പെണ്ണെ മർഹബ. ഹലോ
അല്ലാ ജമ്മോ എന്തൊരു തണുപ്പാണ്. അല്ല കുളിക്കാതെ കുളിച്ചപ്പോ ഒരു സുഖം. അല്ല ഈ മീനുകൾക്കൊന്നും ഉസുറും പുളിയില്ല. അല്ലെങ്കിൽ നിന്നിട്ടേക്കൊന്നും ഇതൊന്നും വ്യവൃത്തിക്കാത്ത മീനാവും. അല്ല കുട്ടന്റെ കഥ കഴിഞ്ഞു. പടച്ചോനെ അറിയിക്കേണ്ടവരോടൊക്കെ ഇപ്പൊ തന്നെ അറിയിക്കണം, ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. നമ്മളാണ് ഏക ദൃശാശി. എനിക്കതിനൊരു ഭാഗ്യം ഉണ്ടായല്ലോ. പടച്ചോനെ എങ്ങനെ ഇപ്പൊ ആരൊക്കെ ഇത് വിളിച്ചറിയിക്കാം. ഈ ശരീരമാണെങ്കിൽ ഫയർഫോഴ്സിന് പോലും താങ്ങാൻ പറ്റൂല. പടച്ചോനെ എന്തൊക്കെ നമ്മൾ ചെയ്യുക, നമ്മൾ കലാശിനെ വിളിക്കേണ്ടി വരും. നാട്ടുകാരെ ഓടി വന്നോളി. എടാ ഉസ്മാനെ, എടാ ചങ്ങാഴ്ചൊന്നും അറിഞ്ഞില്ലേ? എടാ ചങ്ങായി ഇജ്ജ് അറിഞ്ഞില്ലേ? അല്ല നിങ്ങൾ ആരും ഒന്നും അറിഞ്ഞില്ലേ? നമ്മൾ ആസാരിക്കുട്ടൻ പുഴ ചാടി ചത്തു. പറയണത് കുട്ടനല്ലേ ഞങ്ങളെ മുമ്പ് കൂടി അത് തന്നെ. അത് കഴിഞ്ഞ് ഓടി വന്ന് പുഴ ചാടി ആത്മഹത്യ ചെയ്തു. ഈ കോമി 2 കണ്ണോട് കണ്ട പുഴ പോയോക്കി. ഇതിപ്പോ ഞാനെ സൈക്കിളാണാവോ? എന്തായാലും കടവത്ത് പോയി തിരുപ്പനും കൂട്ടുകാരനല്ല വരുന്നത്. ആ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാവും. അല്ല കുട്ടനല്ലേ മരിച്ചു പറഞ്ഞ് ഓനതാ മല പോലെ നിക്കണ്. അല്ല കുട്ടാ ഇജ്ജല്ലേ പൊയ്യ ചാടി ചത്തു പറഞ്ഞ് എന്താപ്പത് കഥ? തന്തയില്ലാത്തവരാടാ ജീവിച്ചിരിക്കണ എന്നെ കുറിച്ച് ചത്തു എന്ന് പറഞ്ഞു വരുത്തിയത്. അത് ആരാന്ന് ചോദിക്കണോ? നമ്മളെ കോമ തന്നെ. അവനെയും വെച്ചേക്കില്ല. നിങ്ങളോനെ വെക്കേ വെക്കാതൊക്കെ എന്തൊക്കെ വേണേലും ചെയ്തോളി. പക്ഷെ എന്തെങ്കിലും ഒന്നില്ലാതെ ഓനിപ്പോ അത് പറയില്ലോ. അത് കോയ പറഞ്ഞതാ ശരി. ഒന്ന് മറന്നു മാറേ. ആക്ച്വലി ഈ ആത്മഹത്യ ചെയ്ത മിസ്റ്റർ കുട്ടന് എത്ര വയസ്സുണ്ടായിരുന്നു? ഞാനാ മരിച്ച കുട്ടൻ. തനിക്കിപ്പോ എന്താ അറിയണത്? എന്റെ വയസ്സോ? ഗ്രാമങ്ങളുടെ ഹൃദയത്തുടിപ്പ് അറിയാൻ എന്ന പങ്ക്തി തയ്യാറാക്കാനാ ഈ ഗ്രാമത്തിലെത്തിയത്. ചൂടോടെ ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതാലെന്ന് വിചാരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വന്നതാ. അടി കിട്ടിയത് മെച്ചം. ഇനി ആർക്കാടാ ഈ ആശാരിക്കുട്ടൻ ചത്തോ ജീവിച്ചോന്ന് അറിയേണ്ടത്? ഞാൻ 10-15 പ്രാവശ്യമായി പഞ്ചായത്തിൽ ഒരു കക്കൂസ് വാസാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല. 2 ദിവസമായിട്ട് വയറ്റിനകത്ത് വല്ലാത്തൊരു വിമിഷ്ടം. കുളി നനയും വയറ്റിലൊരു വിമിഷ്ടം ഒരുമിച്ച് അങ്ങോട്ട് തീർക്കാൻ കരുതിയിട്ടാ ഈ പുഴയില് വന്ന് ചാടിയത്. ആ മണ്ടൻ കോമ കണ്ട കാരണാണ് ഇപ്പൊ നിങ്ങൾ എന്റെ 16 അടിയന്തരം ഉണ്ണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. കാള പറ്റൂന്ന് കേൾക്കുമ്പോ കയറെടുക്കുന്ന തെണ്ടികൾ. കോം കോമോ ഇജറിഞ്ഞില്ലേ? നമ്മൾ ആസാരിക്കുട്ടൻ പോയി ചാടി ആത്മഹത്യ ചെയ്തത്. ഞാൻ ചെന്നപ്പോ ഓനെ പോസ്റ്റ്മോർട്ടത്തിനുണ്ടേക്കണ്. കുഞ്ഞാപ്പാക്കോ നിങ്ങൾ മക്കത്തൊക്കെ ഈത്തപ്പഴം കാറ്റല്ലേ? ഞാൻ അതിലോട്ട് വരാം. അതന്നെ കണ്ട ഇന്നെക്കാളും വിവരം കാട്ടങ്ങക്കാണല്ലോ എന്നോർത്ത് പറഞ്ഞതാ. ആസാരിക്കുട്ടൻ പുഴ ചാടി ചത്തത് പടച്ച റബ്ബ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കണ്ടത് ഈ കോമാണ്. അത് ശരി, ഇജാണല്ലോ ആദ്യം കണ്ട്. അങ്ങനെ പോലീസ് വരുമ്പോ പറയാലോ ഇജാണ് ആദ്യം കണ്ടത്. ഇനി ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ കുളിച്ചു പോന്നപ്പോ കണ്ടുന്നുള്ളു. ഓൻ ആത്മഹത്യ ചെയ്യാൻ കുറെ കാരണം. ഓന്റെ പൊന്നാര മകൻ രമേശാണ് പ്രധാന കാരണക്കാരൻ. ഓന്റെ തല തിരിഞ്ഞ പോക്കില് കുട്ടനാകെ. രമേശിന്റെ അടുത്ത് എന്ത് കുഴപ്പമായി കണ്ടേ? ഓന്റെ അടുത്തപ്പോ കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ മരക്കാരും കൂട്ടരും പണ്ട് നിലമ്പൂർ പോർച്ചിന്ന് കട്ട തേക്കുമാരൊക്കെ പണിയെടുത്ത് കൊടുത്തിട്ട് ഈ രമേശന അയിമ ചുറ്റിപ്പറ്റി കേസും കൊണ്ടാൻ വേണ്ടി ഇപ്പോഴുണ്ടെന്നേ. എത്ര വെച്ചിട്ടാ കുട്ടൻ സഹിക്കാൻ? ഓനായോണ്ടല്ലേ ഞാനച്ച 50 പൊന്നാങ്കര പഞ്ചായത്തിന്റെ കണ്ണിലുണ്ണിയായ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളെ തീർപ്പണല്ല വരുന്നത്. ബാക്കി കാര്യം ഓൻ്റെ അടുത്ത് കിട്ടും. എന്തേ ഇജ്ജി ആത്മഹത്യ ചെയ്യേണ്ടി വരൂല. ഇജ്ജ് മരിച്ചു പറഞ്ഞ കുട്ടന്റെ ജീവനോട് കണ്ട് വരുന്നേ. ഇനി എന്റെ കഥ എടുക്കാല്ല. ഒരു സ്ട്രോങ് ചായ വെള്ളം നീട്ടിട്ട് തന്നാട്ടെ. എനിക്കൊരു ലൈറ്റ് ഓപ്പൺ ചായ. ഓരോരോ ചായ പറഞ്ഞ് ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടാക്കരുത്.
എനിക്കൊരു മീഡിയൻ SPT. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നതൊക്കെയാണ് വരും. ചായപ്പൊടിക്കൊക്കെ ഇപ്പൊ എന്താ വില? ഇല്ലേ ഇപ്പൊ ഞമ്മക്കുമാണ് ആരെങ്കിലും ഒക്കെ വെറുതെ മേടിച്ചു. അത് കുഞ്ഞാപ്പൊക്കെ ആരെ കൊള്ളിച്ചാ പറഞ്ഞത്? ഇജി മനസ്സിലായിക്കൊണ്ട് എന്നോട് ചോദിക്കാൻ നിൽക്കരുത്. ആ റഹീം ഡോക്ടറെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പം കുഞ്ഞാപ്പാക്കാ പറഞ്ഞത് ശരിയാ. ചിലർക്കൊക്കെ വെറുതെ ചായപ്പൊടിയും പഞ്ചസാരയും കാശില്ലാതെ ഈ പൊന്നാങ്കരെ കിട്ടുന്നുണ്ട്. കൊടുക്കുന്നതോ നമ്മുടെ മഹാനായ റഹീം ഡോക്ടർ. എന്നാ മുകിലയാൾ എന്നോട് കാണിച്ചത്. ആ മൊല്ലാക്കായുടെ പീക്കിരി ചെറുക്കന് വേണ്ടി. അവർക്കതിന് പഞ്ചസാരയും ചായപ്പൊടിയും മാത്രമൊന്നല്ല ഫ്രീ. ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും വേണ്ട. മാത്രവുമല്ല മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു വലിയ മനസ്സുണ്ടായാൽ മതി. അതെങ്ങനെ? ഈ മനസാക്ഷിയില്ലാത്ത നിങ്ങൾക്കൊക്കെ അത് പറഞ്ഞാ മനസ്സിലാവൂ. ഉസ്മാനെ, നീ ചിരിക്കൊന്നും വേണ്ട. നിനക്കൂടി മനസ്സിലാവാനാ ഞാൻ ഈ പറഞ്ഞത്. ലോകത്തിന്റെ പല ഭാഗത്തും കിടന്ന് പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച മനുഷ്യരെ കുറിച്ച് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അതിനൊക്കെ വേദനിക്കാറുണ്ട്. വേദനിക്കാനല്ലാതെ വേറെന്ത് ചെയ്യാനാ കഴിയാ? എന്നാൽ സ്വന്തം കൺമുന്നിൽ കാണുമ്പോ അത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് കഴിയില്ല. അതിന് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യും. അതിന്റെ പേരിൽ നിറം പിടിപ്പിച്ച കഥകൾ ഉണ്ടാക്കുകയും മനുഷ്യന്റെ ഇറച്ചി നിന്ന് ശീലമാക്കുകയും ചെയ്ത നിങ്ങളെപ്പോലുള്ളവർ എനിക്കൊരു തടസ്സമല്ല. അല്ല, ചായ കുടിക്കാൻ തന്നെ അങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോ വയറ് നിറഞ്ഞു. എത്തപ്പ എല്ലാരും അടിയെടുത്ത് അടി തുടങ്ങിയ മാതിരി. അല്ല, ആരാപ്പതി നമ്മളെ കാതിറോ? അല്ലടാ, അന്റെ ഫാദർ. അല്ലപ്പോ എന്താ നിങ്ങളെ വിഷമം? ഞാൻ കരുതി ഇച്ച് മാത്രമേ ഉള്ളൂ വിഷമം. അല്ല കാതറേ, അനക്കിപ്പ അത്ര വിഷമം? അനക്കറിയില്ലേ, അടുത്ത ഞായറാഴ്ച അല്ലേ കാസിമാജിന്റെ മകന്റെ കല്യാണം. അതെന്തായാലും വലിയ പരിപാടി തന്നെ ഇക്കാരം. കോയിന്റെ ഓർഡർ എനിക്കാന്നാ ഞാൻ കരുതിയേ. എവിടെ 3-4 കിൻഡൽ പോയി പൊള്ളാച്ചിന്ന് കൊണ്ടുവരണം പോലെ. 3-4 ദിവസത്തെ പരിപാടികളാണ്. കണ്ണൂർക്കാരെ ഗാനമേളൊക്കെ വരുന്നുണ്ട്. കോഴിക്കോട്ടുകാരെ ദഫുമുട്ടും ഒപ്പനയും. ആകെ ജഗ പോക. പട്ടാമ്പിയിലെ പൂത്ത പൈസക്കാരന്റെ മാളാ. അല്ല, ഞമ്മളെ പുതിയാപ്പള ചേർക്കപ്പ ഗൾഫിലല്ലേ, എന്നപ്പോ വരുന്നേ? അതിനിപ്പ എന്താ, ഞമ്മക്കല്ലേ ഗൾഫിൽ പോകാൻ അത്ര മല്ലുള്ളൂ. ഓൾക്ക് ഗൾഫിക്ക് പോകാനും വരാനൊക്കെ നിലമ്പൂർക്ക് അവിടെ മാതിരിയാ. കാസിംബായിയുടെ രണ്ടാമത്തെ മകനുണ്ടല്ലോ, ആ കോളേജ് കുമാരൻ, അവനെ കൂടി ഈ കൂട്ടത്തിൽ കല്യാണം കഴിപ്പിക്കണമായിരുന്നു. എന്നാ നമ്മുടെ പെൺപിള്ളേർക്ക് നേരെ ചൊവ്വേ നടക്കാമായിരുന്നു. ഓനെ കൊണ്ട് ഈ നാട്ടുകാർക്ക് ഒരു കോലുണ്ടല്ലോ. പഞ്ചായത്തിലെ ആളില്ലെങ്കിൽ ഓ നേരം പോലത്തെ അടിച്ചു വരുന്നുണ്ടല്ലോ. ആ കോലത്തിലാ ഓന്റെ പാന്റ്. ഐദ്രൂസേ, ഇവിടെ നിന്ന് വന്ന കോയിക്കാതറിനെ കണ്ടിരുന്നു. ഓനാ വക്കാനിലുണ്ട്. ആ, എന്നാ ഞാൻ അവനെ വിളിക്കണെന്ന് പറയും. കാതറേ, കാശിമോജി വന്നിക്കണ്, അന്നെ കാണണമെന്ന് പറഞ്ഞിക്കണ്. 100 ആയുസ സ്വത്തും മുതൽ 100 ആയുസും. അല്ലെങ്കിൽ തന്നെ ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നാണല്ലോ പ്രമാണം. ആ കാതറേ, ഈ 3-4 ആളെയും കൂട്ടി വീട്ടിൽ കാണുവാ. കോയിന്റെ കാര്യം തീരുമാനിക്കാനാ. പൊള്ളാച്ചിന്നാ കോയി വരുത്തുന്നത്. അത് വെട്ടലും നന്നാക്കലൊക്കെ അൻ്റെ ആൾക്കാരെയും പണിയാ. ആ പിന്നെ കല്യാണത്തിന്റെ കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവൂലല്ലേ? അസ്സലാമലൈക്കും. വലൈക്കുസ്സലാം. ആ മല്ലാക്ക, കല്യാണക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവൂലേ? കല്യാണത്തിന്റെ കാര്യമാകുമ്പോ നാട്ടുകാർ പറഞ്ഞറിഞ്ഞാ മതിയോ കാസിമേ? കാര്യസ്ഥൻ ഐദറൂസിനെ എല്ലാവരോടും കല്യാണം പറയാൻ കല്യാണക്കത്തായിട്ട് ഞാൻ പറഞ്ഞു വച്ചിരുന്നല്ലോ. പിന്നെ ഞാൻ നേരിട്ട് പറയാൻ VIP കളാരും ഈ പൊന്നാങ്കരയിൽ ഉണ്ടായിട്ട് വേണ്ടേ?
നാട്ടുകാർക്ക് ഇതന്നെ വലിയൊരു നാളാ. എന്താ കാസിമേ ഇജ്ജ് പടച്ചോനെ മറന്നുകൊണ്ട് ആൾക്കാരെ പരിഹസിക്കണ വർത്താനം പറഞ്ഞത്? ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് മല്ലാക്ക. ഞാൻ നേരിട്ട് പറഞ്ഞിട്ടില്ല എന്ന് കരുതി എന്റെ മകന്റെ കല്യാണത്തിന് വരാതിരിക്കാൻ ഈ പൊന്നാങ്കരയിൽ ഏത് സുജായ ഉള്ളത്? ഞാൻ വരൂല കാസിമേ. അതിനെന്താ കാരണം നിനക്കറിയോ? ഈ നേരിട്ട് ക്ഷണിക്കാത്തോണ്ടല്ല. എന്റെ വീട്ടിൽ വന്ന് ഒരു പിടി ചോറ് തിന്നാല് അത് പടച്ചോൻ പൊറുക്കൂല. അത്രക്ക് ഹറാമാണത്. എന്ത് തോന്നിയ സംഗതി പറയണേ? എന്റെ മകനെ കൊണ്ട് ഞാൻ ശ്രീധരൻ കൂടി വാങ്ങിപ്പിക്കണില്ല. ഒന്നും വാങ്ങണ്ടല്ലോ. അങ്ങനത്തെ പൂത്ത് കാശുള്ളോടത്തല്ലേ കെട്ടണത്. പോരാത്ത ആർഭാടോ ആഘോഷങ്ങളൊക്കെ വേറെ. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പർമ കയറി ആർഭാട കല്യാണത്തിനും ആഘോഷത്തിനും പ്രസംഗിക്കുന്ന അതേ മുസ്ലിയാക്കന്മാര് തന്നെ നിങ്ങളെപ്പോലുള്ള പൂത്ത കാശുള്ളോടത്ത് തിന്നുപോരും. ആ പണിക്ക് കുഞ്ഞുമുതിരെ കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾക്ക് അസൂയാണ് മല്ലാക്ക, പണക്കാരോടുള്ള കുയിന്ത്. മാത്രല്ല നിങ്ങളടുത്തേക്ക് ആലണിയില്ലല്ലോ. കാസിമേ, അനക്ക് ഓർമ്മണ്ടോന്നറിയില്ല. എനിക്ക് 17 വയസ്സാവുമ്പോ ഇന്ന് ഇജ് പാർക്കണ എന്റെ തറവാട്ട് പോരടക്കം ഈ പൊന്നാങ്കര പ്രദേശത്തിന്റെ 3/4 ഭാഗവും എന്റെ ബാപ്പാന്റെ അടുത്തായിരുന്നു. അന്ന് ബാപ്പ മരിച്ച് അന്നെ പോറ്റാൻ കായില്ലായിട്ട് അന്റെ ഉമ്മ എന്റെ പൊരയിൽ വന്ന് നെല്ലുത്തിണ്ടോ. അന്ന് ചൊറിയും ചിറങ്ങും പിടിച്ചിരുന്ന അന്നെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടുകാര് പിരിവിട്ടിട്ടുണ്ട്. ആ നാട്ടുകാരജിപ്പോ പരിഹസിക്കണേ. കുറെ പഴങ്കഥയും പറഞ്ഞ് നിങ്ങൾ ഈ നാട്ടുകാരുടെ മുമ്പിൽ നിന്നെ അപമാനിക്കാൻ നോക്കുക. ഞാൻ അങ്ങനെ എന്നെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നേ. ഇജിപ്പം നടത്തുന്ന ഈ കല്യാണമല്ലോ, അതിൻ്റെ ആർഭാട ആഘോഷമൊക്കെ ഒന്ന് കുറച്ച്. ഈ പൊന്നാങ്കര പ്രദേശത്ത് പുരറിഞ്ഞിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ആയിട്ടുള്ള കല്യാണം നടത്താൻ നോക്ക്. എന്നാ പറിച്ചോണ്ടിടത്തുള്ള കൂലിയെങ്കിലും കിട്ടും. നിങ്ങൾ പറഞ്ഞു തന്നപ്പോ കാര്യം മനസ്സിലായി. പോര നിറഞ്ഞു വെക്കുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തില് നിങ്ങളെ മകളുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, ഓൾ നിങ്ങളെ കൂരപ്പുര പൊളിച്ച് പുറത്ത് ചാടുന്നതിന് മുമ്പ് ഞാൻ ഓളെ കെട്ടിക്കോളാം. എന്താ കാസിമാജി കാണിക്കണേ? കാര്യത്തിൽ ഇടപെടണ്ട. എന്റെ പണി നോക്കിയാൽ മതി. പണിക്കത്തെ പണി ഞാൻ കാണിച്ചു തരാം. പണമുള്ള നേരത്ത് ബന്ധങ്ങൾ വളരുന്നു, പണമില്ല സമയത്ത് ബന്ധങ്ങൾ അകലുന്നു. പണമുള്ള നേരത്ത് ബന്ധങ്ങൾ വളരുന്നു, പണമില്ല സമയത്ത് ബന്ധങ്ങൾ അകലുന്നു. പണമാണ് ഉലകിൽ പേരും പെരുമയും, പണമില്ലാത്തൊരുവൻ പിണമാണ് മണ്ണിൽ. പണമാണ് ഉലകിൽ പേരും പെരുമയും, പണമില്ലാത്തൊരുവൻ പിണമാണ് മണ്ണിൽ. നാളെ മഹ്ശറമുറ്റത്ത് ഈ സമ്പത്തൊന്നും തുണയാവില്ല ആ നേരത്ത്. കുങ്കുമപ്പൂ കുങ്കുമില കുങ്കുമപ്പൂ ഹലോ, നമ്മളെ കാത്തോളിയോ. ഓട്ടം കണ്ടില്ലേ? ഓമ്പൊന്നും തടുള്ളൂ. നമ്മളത്ര ബുദ്ധില്ല. നമ്മളൊരു സംഭവ. അല്ല, ആരാത്? ആ, എന്താ സലീന, വന്നിട്ട് കുറെ നേരമായോ? കുറച്ചു നേരമായി. എന്താ ഹാഷിമോന്റെ പനി കുറഞ്ഞില്ലേ? കുറവുണ്ട്. കൂടാതെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുള്ള ആ തലവേദന ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഓഹോ, വാ പരിശോധിക്കാം. വാ. അല്ല മാഷ, ബിരുന്നാരൊക്കെ ഇപ്പൊ കുറവാണല്ലേ? കഴിഞ്ഞ ആഴ്ച ഇതിലാണ് കണ്ടിട്ടല്ലോ. ഓ, അതൊന്നുമല്ലെന്നേ, വെക്കേഷൻ ആയിരുന്നല്ലോ. ഇത്തവണ എല്ലാവരും കൂടി അങ്ങോട്ട് പോയി. എങ്ങട്ടാ? ടീച്ചർ ഒടിക്കെത്തിയ? ആ, അവക്കടെ വീട്ടിലും മറ്റു ബന്ധു വീടുകളിലും.
ഒക്കെ ഒന്ന് കറങ്ങി. അതുകൊണ്ട് ഇപ്പൊ എത്തായി ഇച്ചൊരു 10-25 കിലോ കോഴി ചെലവാണ് ഇല്ലാതെയായി. എപ്പോഴും 20-25 ഒക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? നാട്ടിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 5-6 കിലോ മതി. 10 മാസങ്ങൾ കായില്ലാത്ത എന്താ അവിടെ കോഴിക്കട മണക്കണേ? കോഴിപ്പീടി പിന്നെ കോഴിക്കാട്ടല്ലാതെ ആട്ടുകാട്ടം മണക്കോ പോത്തെ. അതും ശരിയാണ്. നിങ്ങളൊരു സൽക്കാരപ്രിയനാണില്ലേ? ഈ വിരുന്നാരി എവിടെ വന്നാലും കോഴിക്കൾക്ക് ഒരു കിടക്കപ്പുറത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. വിരുന്നാരി ഇന്നലെ കോഴി, പക്ഷെ ഈ കോഴിക്കൾ ഇന്നതോ ഈ ചളിയിലും കുണ്ടിലും കിടക്കണ പുഴുക്കള്, കൽക്കുഞ്ഞൻ, ചേരാട്ട. എന്റെ അള്ളാ, എന്തിനധികം പറയണ് മനുഷ്യന്റെ. നിർത്തടോ കാതറെ, ഒരു 2 കിലോ കോഴി മതി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. കൊമോ ഇജവിടെ കേട്ടോ. ആ നമ്മളിവിടെ ഉണ്ട്. എന്തിനാ കാര്യപ്പോ ദത്തകാതരാജി തരണേ? അല്ല ഞമ്മളെ കോമല്ല പാടുന്നത്. എങ്ങട്ടാ ഒരു ഈ ബാണം വിട്ടമാതിരി? ചങ്ങായികളെ നോക്കിന്നോളി, എവിടെ കത്തി പിടിച്ചിക്കണോലോ. കാതറിന് അളകിയതാ തോന്നണേ. കാട്ടിത്തരാം, എല്ലാവർക്കും കാട്ടിത്തരാം. ഇന്നത്തോടുകൂടി കോമ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നിങ്ങളൊക്കെ അനുഭവിക്കടാ. ഹലോ എന്താ പൊന്നാരക്കുട്ടി ഇങ്ങനെ എന്നാ ആലോചിക്കണേ? ഒന്നുമില്ല ഇത്താത്ത. അതൊന്നുമല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ല ഇത്താത്ത. എന്തായാലും ഇത്താത്താന്റെ കുട്ടി ഇത്താത്ത ചെയ്ത പോലത്തെ അബദ്ധമൊന്നും ചെയ്യരുത്. ആളും അർത്ഥമൊക്കെ ഉള്ള സ്വഭാവശുദ്ധിയുള്ള ആളായിരിക്കണം. നമ്മള് പെണ്ണുങ്ങള് ചെറുപ്രായത്തിൽ എടുത്തു ചാടിയാല് ജീവിതം മുഴുവൻ കണ്ണീരിലാവും. അതുകൊണ്ട് ഇത്താത്താന്റെ കുട്ടി സൂക്ഷിക്കണം. ദത്ത സെലീന കിനാവ് കാണാ. ഇത് തെറ്റിപ്പോവല്ലേ? ഇത് ശരിയേ? ഇത് ആരെ മനസ്സിലോർത്തെന്ന് ഞാൻ പറഞ്ഞു തരണം. ഞാനൊന്ന് കേക്കട്ടെ. പറയട്ടെ? പറയും. ആ പറഞ്ഞോളി. ശില്പം കോയാ. അയ്യേ, ഇപ്പൊ കിട്ടി കോഴിക്കാതറ്. അയ്യേ, നിങ്ങൾ ആരും പറയണ്ട. പറയാൻ കണ്ടിരിക്കുന്ന ഒരാള്. പിന്നെ പാരെ വിളിക്കഴിഞ്ഞാവ് കണ്ടത് എന്നെ ചേണമോ? പടച്ചോനെ, ഞാനാണെങ്കിൽ ഇതിൻ്റെ പടച്ചോനെ എന്തപ്പ നമ്മള് ചെയ്യ? എൻ്റെ കൽവിലെ വെണ്ണിലാവും നീ എൻ്റെ. മോളെ സാബറ, സെലീന. മോളെ സാബറ എടുത്തു. ഇത്താത്ത അകത്തുണ്ട്, ഞാൻ വിളിക്കും. ഇത്താത്ത വാ, കേറിയിരിക്കെ. ഇതിന്റെ ചെറിയ മോള് സെലീന, ഇത് മൂത്തോള് സാബിറ. ഇവർ രണ്ടാള് മൂത്തോന ജബ്ബാർ. മക്കളെ, ഇത് അബ്ദുള്ളാജി, ഉപ്പാന്റെ ചെറുപ്പത്തിലുള്ള ഒരു ചെങ്ങായിയ. പൊന്നാനി ദർസിൽ കിതാബ് ഓതുമ്പോഴുള്ള ബന്ധ. പിന്നെ ഞാൻ ഈ നാട്ടിക്ക് മുക്രയേറ്റ് പോകുകയും ചെയ്ത് ലോഞ്ചിന് ദുബായിക്ക് കയറുകയും ചെയ്തു. പിന്നീട് 10-40 കൊല്ലത്തിന് ശേഷം
ഇന്ന് കാണാൻ ഞങ്ങള്. ഗൾഫിൽ ആദ്യം കുറെ കഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് പടച്ചോ അടിക്കടി ബർക്കത്ത് ചൊരിഞ്ഞോണ്ട് ഞാൻ ഇപ്പൊ നല്ലൊരവസ്ഥയിലാ. പഴയ കാലത്തെ ഓർമ്മകളില് കുഞ്ഞുമൈദീൻ ഇടക്കിടക്ക് കയറി വരാറുണ്ടെങ്കിലും അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റിയത് ഇപ്പോഴാണ്. ഇവിടെ പൊന്നാങ്കരയിൽ വന്ന് അന്വേഷിച്ചപ്പോള് ഞങ്ങള് തമ്മിൽ കണ്ട് എല്ലാവരും ഓനെന്നോട് പറഞ്ഞു, നിങ്ങൾ ആരും ഇനി വിഷമിക്കണ്ട, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ ദുബായിക്ക് പോകും, 3 മാസം കൊണ്ട് തിരിച്ചും വരും. അപ്പൊ ജബ്ബാറിനെ ഒന്ന് കാണുകയും ചെയ്യാ. ഓ നല്ല മനസ്സ് വെക്കുകയാണെങ്കിൽ ദുബായിക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. മോളെ ശരി, ഹാഷിമോൻ എടുത്തു. ഓൻ അപ്പുറത്ത് കളിക്കുക. ഇവളെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതേ. ഇവളെ മാപ്പളുടെ കാര്യം അറിയാലോ. ചായ കുടിക്കേ. കുഞ്ഞുമൈദീനെ ഒന്നോർത്ത് മനസ്സ് തളർത്തണ്ട. സാമ്പത്തികമായിട്ടുള്ള അതിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അന്നെ കണ്ട തന്നെ വലിയ സന്തോഷം എനിക്ക്. കണ്ടോണ്ട് മാത്രം കാര്യമായ കുഞ്ഞുമൈദീനെ, അന്റെ കാശിന്റെ പ്രശ്നങ്ങൾ തീരണ്ടേ? ഇത് 10,000 രൂപയുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ. മക്കളെ എന്നാ ഞാൻ പോട്ടോ. അസ്സലാമു അലൈക്കും. മോളെ സാബിയെ, രാത്രി ഞാനും ശരിയില്ലാത്തോണ്ട് ഇത് ബേജാറാവരുത്. വേണമെങ്കിൽ അപ്പുറത്തെ പൊരലെ കുഞ്ഞാശാത്തനെ വിളിച്ച് തുണക്കെടുത്തിക്കൊണ്ട്. അതൊന്നും വേണ്ടപ്പാ, എനിക്ക് പേടിയൊന്നുമില്ല. സെലീനാക്കി PSC ടെസ്റ്റ് ഇത്ര ദൂരാവെന്ന് കരുതില്ലല്ലോ. പടച്ചോന്റെ വേണ്ട കണ്ടെങ്കിൽ ഓക്കൊരു ഗവൺമെന്റ് ജോലി ശരിയാവും. നമ്മളെ കുറെ ബേജാറും ബത്തപ്പാടൊക്കെ മാറി കിട്ടും. ഇപ്പച്ചി എല്ലാം നേരെയാവും, നിങ്ങൾ വിഷമിക്കല്ലേ. ഇത്താത്ത എന്നാ ഞങ്ങളെ ഇറങ്ങട്ടെ കേട്ടോ. ആരാത്? ഇത് ഞാനാടി, മനാഫ്. വാതിലുറക്ക്. എന്തേത്? എവിടെ എന്റെ വാപ്പയും പൊന്നാര അനിയത്തിയും? നിങ്ങൾ കള്ളുടിച്ചിട്ടാ വന്നേക്കണത്? എന്റെ റബ്ബേ, എന്താടി എനക്ക് പറ്റിയില്ലേ? ഇതൊക്കെ ഞങ്ങൾ ആണുങ്ങൾക്കൊരു ഫാഷനാ. കുറച്ച് മദ്യപാനമൊക്കെ ഇല്ലെങ്കിൽ ആണാന്ന് പറഞ്ഞിട്ട് എന്താടി കാര്യം? നീ എന്റെ പൊന്നാര മോനെ വിളിച്ചു, അവന് ഞാൻ പരിപ്പുവടയും കൊണ്ടാ വന്നത്. വേണമെങ്കിൽ ഒന്ന് നീ തിന്നോ. നിങ്ങളെ പരിപ്പുവട? എന്റെ കുട്ടി 3-4 ദിവസമായി അരിഭക്ഷണം കഴിച്ചിട്ട്, എന്നിട്ട് കള്ളും കുടിച്ചു വന്നിക്കണേ. നാണെന്റെ മനസ്സങ്ങക്ക്. അപ്പൊ അരി സാധനമൊന്നുമില്ല ഇവിടെ? അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ഇവിടെ? അരിയും പലർക്കും, അതിന് മാത്രം ഇഷ്ടം പോലെ കാശ് കിട്ടി സുഖിക്കില്ലേ ഞങ്ങള്. എന്റെ വയസ്സായ ബാപ്പ പള്ളിക്കല് മുക്രിപ്പണി ചെയ്താ ഞങ്ങളെ പോറ്റണത്. ഇത്തിരിയുള്ള ശമ്പളം കൊണ്ട് എങ്ങനെയൊക്കെയാ തികയാ? എന്റെ ബാപ്പ അങ്ങക്ക് കെട്ടിച്ചു തന്ന വകയില് വന്ന കടം കൊണ്ട് ഈ പെര വിൽക്കാൻ വെച്ചിരിക്കുക. എന്നിട്ട് അതൊന്നും മനസ്സിലാക്കാതെ അന്വേഷിക്കാതെ നിങ്ങൾ എന്തെങ്കിലും കണ്ട് കേറി വരും. എന്റെ അരിപ്രശ്നവും എന്റെ കുടിപ്രശ്നവും ഒക്കെ തീർക്കാൻ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ വരാം. നിങ്ങൾ എങ്ങട്ടാ ഈ നേരം കെട്ട നേരത്തെ ഇറങ്ങി പോണത്? സാബേ, ഞാൻ ഇപ്പൊ വരാം. എല്ലാത്തിനും ഒരു വഴിയുണ്ട്. വാതിലുറക്ക്. സാബിറ, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പ്രശ്നങ്ങളൊക്കെ തീരുന്ന്. ഇത് നമ്മളെ കോൺട്രാക്ടർ ദാമോരേട്ടൻ
എന്റെ മൂപ്പർക്ക് വലിയ കാര്യ എന്നെ മാത്രല്ല അന്നെ. എന്താണിത്? ഇജൊന്ന് ഒച്ച വെക്കല്ലേ സാബിറ, മോൻ ഉണരും. ഇജൊന്ന് മനസ്സ് വെച്ചാ നമ്മളെ പ്രശ്നങ്ങളൊക്കെ തീരും. ദാമോദരേട്ടൻ എത്ര പൈസ വേണമെങ്കിൽ നമുക്ക് തരും. നിങ്ങൾ ഇത്രക്കാരനാന്ന് ഞാൻ കരുതിയില്ല. നിങ്ങളെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലാഞ്ഞിട്ടും എന്റെ കുട്ടീന്റെ പാപ്പാന്നുള്ളൊരു സ്നേഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇനി നിങ്ങൾ എനിക്ക് ആരുമല്ല. ഇപ്പൊ എങ്ങനെ പറയുന്നത്? മനുഷ്യരെ പറ്റിച്ചുണ്ടാക്കി കുറെ പൂത്ത കാശുകൊണ്ട് ഒരു പാവപ്പെട്ട പെണ്ണിന്റെ മാനത്തിന് വില പറയാൻ വന്നിട്ടുണ്ടല്ലോ. അരിഞ്ഞു കളയ സാബിറ. ദാമോദരേട്ടാ പോലെ ദാമോദരേട്ടാ. എടി നിന്നെ ഞാൻ എടി കയ്യിൽ വന്ന മഹാഭാഗ്യം തട്ടിക്കളഞ്ഞത് അന്നെ ഞാനൊന്ന് മയ്യത്താക്കും. എടി ഇതുകൊണ്ടൊന്നും തീർന്നു വിചാരിക്കണ്ട, മനാഫ് ഇനിയും വരും. ഇങ്ങനാണെങ്കിൽ ഉപ്പച്ചി ഇനി വരണ്ട. പ്രിയമുള്ള ബാപ്പയ്ക്ക് ഞങ്ങൾ മക്കൾക്ക് വേണ്ടി ഒരുപാട് സഹിച്ച ആളാണ് ബാപ്പ. പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി. ബാപ്പാക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം ഉണ്ടായതിൻ്റെ പേരിൽ ഞാനും ഹാഷിമോനും ഈ ലോകത്തുനിന്ന് പോവുകയാണ്. ചെയ്യുന്നത് തെറ്റാന്നറിയാം. ഇതല്ലാതെ എൻ്റെ മുമ്പ് വേറെ മാർഗമില്ല. ഹാഷിമിൻ്റെ ഉപ്പ ഇവിടെ വന്നിരുന്നു. എന്നെ വിറ്റ് കാശാക്കാനുള്ള പുതിയ പദ്ധതിയായിട്ട്. ഞാൻ ആകെ തകർന്നു ബാപ്പ. ബാപ്പാൻ്റെ മോള് മാനം വിറ്റ് ജീവിക്കുന്നവളാണെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ ഇതല്ലാതെ വഴിയില്ല. നല്ലവനായൊരു ഭർത്താവ് എൻ്റെ സലീനയ്ക്കെങ്കിലും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം സാബിറ. സാബിറ മോളെ വാതിൽ തുറക്ക്. എന്താ എന്താ മോളെ, എന്താ ഇവിടെ പ്രശ്നം? എന്താ താത്ത പറ്റി? എന്താ എന്താ ഉണ്ടായത്? വല്ലിപ്പച്ചി, എന്താ മോനെ? വല്ലിപ്പച്ചി എന്നെ വാപ്പച്ചി വന്നിരുന്നു. എന്റെ ഉമ്മാനെ കൊറേ തല്ലി. എന്താ മോളെ, എന്താ ഇതൊക്കെ? ഇപ്പച്ചി ഇതാ നോക്കിയൊരു കത്ത്. എന്താ മോളെ ഇതൊക്കെ? അന്റെ മനസ്സിന്റെ അവസ്ഥ മനസ്സിലാവാഞ്ഞിട്ടോ അന്റെ തേങ്ങൽ കേൾക്കാഞ്ഞിട്ടോ ആണെന്ന് കരുതരുത്. ഇജി ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം വളരെ വലിയ തെറ്റാണ്. പടച്ചോൻ പൊറുക്കാത്ത കാര്യം. പടച്ചോൻ വേണ്ടി വെച്ചതേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ഹൈറും ഷർറും അള്ളാന്റെ അടുത്തുന്ന. നമ്മൾ മുസ്ലിമീങ്ങളാ, അല്ലാതെ ഈ പൈങ്കിളിക്കതൊക്കെ വായിച്ച് കാണിച്ചു കൂട്ടു ചേർക്ക്. ഇസ്ലാമായി ജനിച്ച് ഇസ്ലാമായി മരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് എന്ത് പരീക്ഷണം ഉണ്ടായാലും നമ്മൾ തളരാതെ അതിനെ തരണം ചെയ്യണം മക്കളെ. അല്ലായിരുന്നെങ്കിൽ നിങ്ങളെ ബാപ്പയെ ഞാനും ജീവിച്ചിരിക്കൂലായിരുന്നു. കഴിഞ്ഞ 12 കൊല്ലായി ഈ പടച്ചോന്റെ മുമ്പിൽ കുമ്പിടാൻ തുടങ്ങിയിട്ട്. അതിൽ ഇത്തിരിയെങ്കിലും ആത്മാർത്ഥം ഉണ്ടെങ്കിൽ
ഇജി ഈ പണി ചെയ്യാൻ പാടില്ല. ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ അത് പടച്ചോന് മാത്രമേ തിരിച്ചെടുക്കാനുള്ള അധികാരമുള്ളൂ. ഉപ്പാനോട് ഞാൻ ഒരിക്കലും അനുസരണക്കേട് കാട്ടൂല. പക്ഷെ ഇന്ന് ഓന്റെ പാപ്പ വന്നിക്കണേ ഒരു അന്യ പുരുഷനെയും കൊണ്ട് ഉപ്പാന്റെ ഈ മോളെ മാനത്തിന് വില പറയാൻ. അതെനിക്ക് സഹിച്ചില്ല പാപ്പ. ബാപ്പനോട് പൊറുക്കണം. ഉപ്പാൻ്റെ ഒറ്റോട് ഉപ്പ് പൊറുക്കും, പക്ഷെ പൊറുക്കാത്തത് പടച്ചോന. അതുകൊണ്ട് ഇനിയെങ്കിലും പടച്ചോനോട് പറ, എല്ലാ കാര്യങ്ങളും പുറത്തു തരാം. എൻ്റെ റബ്ബേ, എൻ്റെ കുട്ടിക്ക് ഇജ്ജ് മാപ്പ് കൊടുക്കണം റബ്ബേ, ഓളോട് ഇജ്ജ് പുറത്തു കൊടുക്കണം നാഥാ. എത്തപ്പ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാതെ പോണത്? തിരിഞ്ഞു നോക്കണമെന്നുണ്ട്, പക്ഷെ കൈ തിരിയണ്ടേ. എന്താ പിന്നെ തൂങ്ങാൻ പോയോ? എങ്ങനെ നിങ്ങൾക്ക് അത് ഇത്ര പെട്ടെന്ന് മനസ്സിലായി? എന്റെ കൗത്തില് കുന്ത്രണ്ട കാണുമ്പോ തോന്നിയ ഒരു പണിയും കിട്ടാഞ്ഞിട്ട് കയ്യിൽ 5 പൈസ അല്ല, കൂടിയത്തെ കാര്യമൊക്കെ വലിയ പ്രയാസത്തിലാ. 900 സൗകര്യം തരണ്ടേ? അതിൽ മനം വരത്തിട്ട് ഞാൻ തൂങ്ങിയതാ, പക്ഷേങ്കിൽ കയറ് പൊട്ടി താഴെ വീണു. അതുകൊണ്ട് രക്ഷപ്പെട്ടൂലേ? രക്ഷപ്പെടേ എത്ര കുഞ്ഞാപ്പൊക്കെ നിങ്ങൾ പറയണത്? 5 പൈസ അല്ലാതെ വീണ്ടാമതും ഞാൻ എന്റെ പെണ്ണുങ്ങളെ വീർത്ത മോറ് കാണണ്ടേ? എന്നാ ഇവിടെ നിന്നോ, എന്റെ തീറ്റയും കൂടി നടക്കും ചോദിച്ചും ചെറിയൊരു കൂലിയും തരാം. എന്നാ വാ ഇവിടെ നിന്നോ, ഒരു ചായ ഒക്കെ കുടിച്ചോ. എന്നാ ഇത് കുടിച്ചോ. അതൊക്കെ ഉണ്ടല്ലേ പയേ, എന്നെ തിന്നാൻ പൂജയുണ്ട്. എന്റെ ചങ്കക്കൂടി ഇത് ഇറങ്ങണ്ടേ, എന്നാലും ഒന്ന് തിന്നു. നിക്കട്ടെ നിക്കട്ടെ നിക്കട്ടെ, അത് വേണ്ട. നിങ്ങളൊന്നും മിണ്ടായിരിക്കും, ഓൻ വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്ത് മുണ്ടാതാക്കണേ, എന്ത് തട്ടിപ്പിൽ എഴുത്തായിട്ടാവും വന്നിക്കണത്? ഓനെ പെണ്ണിട്ട ഇതന്നെ പണി, ഓനെ ഇതിന്റെ ഏർപ്പാടാണോ? ഈ എഴുത്ത് കണ്ടപ്പോ തന്നെ അറിയാൻ കൂട്ടുന്നത് ഇത് തട്ടിപ്പിന്റെ എഴുത്താണ്. ഓന്റെ തനി തട്ടിപ്പാണിത്. ഓന്റെ പുതിയ ഇതോട് കഴിച്ചാണ് ഞമ്മക്ക്. ഓന്റെ 13ാമത്തെ കല്യാണാണല്ലോ ഇത്. ഓന്റെ അമ്മോനെ അമുക്കുണ്ടല്ലോ. രണ്ടും വരട്ടെ, രണ്ടിനും ഞമ്മക്ക് പൊടിയാക്കണം. ഓന്റെ കച്ചും കാലും വെട്ടി മുറിച്ചണം ഞമ്മക്ക്. ആ കുറെ നേരമായോ കാത്തു നിൽക്കുന്നു. അസ്സലാമു അലൈക്കും. എന്തിനാ അടിക്കുന്നത്? കാണിച്ചേരടാ നിന്നെയൊക്കെ കളി. അർഫാത്തെ, എന്താ ഡോക്ടറെ, നിങ്ങൾക്കൊന്ന് ചെളി കുളിക്കണോ? പണക്കാരന്റെ മോനാണെന്ന ഹുങ്ക് ഇവിടുത്തെ പാവപ്പെട്ട പെമ്പിള്ളേരെ നേർക്കാം. ഓളമേത്ത് ഗ്ലാസിൽ ചളി തെറിച്ചപ്പോഴേക്ക് നിങ്ങൾക്ക് പൊള്ളിയോ? മുന്നോട്ട് കൊണ്ടുപോയതിൽ അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്
താത്താ ഉത്തരവാദികളായവരുടെ പേരിൽ കർശനമായുള്ള നടപടി സ്വീകരിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ ഉണ്ടായ സുരക്ഷാ പാളിച്ചയെക്കുറിച്ച് ഇന്റലിജൻസ് ADGP ജേക്കബ് പുന്നൂസ് അന്വേഷണം തുടങ്ങി. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം വഴിമാറി സഞ്ചരിച്ച സ്ഥലം സുലൈക്ക ജഗത്ത് പോ. എന്റെ ഒരു ചക്കാത്ത കൊടുക്കല് ഇഞ്ച മുതലോണ്ടിച്ച് വലിയ ആളാകണ്ട. എടി എനക്കറിയോ ഇവനൊക്കെ പടച്ചോൻ തന്നെ കൈവിട്ടതാ. പടച്ചോൻ വേണ്ടാന്ന് വെച്ചോണ്ടല്ലേ ഓനെ കണ്ണുട്ടനാക്കിയത്. അതെ, അങ്ങനെ പറയരുത്. നിങ്ങളൊക്കെ സഹായിച്ചാലേ എനിക്കും എന്റെ കുട്ടിക്കും ഐര്യം അങ്ങനെ കഴിയുള്ളൂ. എടാ ഇജ്ജൊക്കെ പടച്ചോൻ വെടിഞ്ഞ കൂട്ടത്തിലാ. പടച്ചോന് തോന്നാത്ത സ്നേഹം ഞാൻ എന്നോട് കാട്ടിയാല് പടച്ചോൻ എന്നോട് പൊറുക്കൂല. അതുകൊണ്ട് ഇജ്ജ് വിട്ടോ. മോനെ അർഫാത്തെ, എന്താ എനിക്ക് പറ്റി? എന്താ എന്റെ മോത്തൊക്കെ ചളി? അത് പിന്നെ ആരാ എന്റെ കുട്ടിനെ തല്ലിയത്? ആ ഹോമിയോ ഡോക്ടറല്ലേ റഹീം. എന്തിന് പറ. അയാൾ എന്നെ ചളിയിലേക്ക് അടിച്ചിട്ടു. എപ്പോ? ആ മൊല്ലാക്കാന്റെ മോളുണ്ടല്ലോ സെലീന, ഞാനതിലെ ബൈക്ക് ഓടിച്ചു വരുമ്പോ അറിയാതെ ലേശം ചളി തെറിച്ചു. അതിനാ എന്നെ തല്ലിയത്. ബാപ്പാന്റെ അടുത്ത് പൈസ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്താ, ആൾക്കാർക്ക് ഒരു വിലയില്ല. മോനെ എന്താ അതൊക്കെ? മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാൻ എനിക്കറിയാം, കാണിക്കാൻ ഞാൻ. മൊല്ലാക്ക, നിങ്ങളിത് കണ്ടോ? എന്താ കാണാറാ? ഞാൻ വായിച്ച ജൻ കാട്ടിക്കാത്. ഈ എരുംപുള്ളിയുള്ള വർത്താനാണെങ്കിൽ ഇപ്പം നാടാകെ പറഞ്ഞിടക്കും. വല്ല സ്ഫോടനവുമാണോ? സ്ഫോടനവും ബോംബൊന്നും അല്ലത്. വിവാഹ വീരൻ പിടിയിലായി. അത് ഇജ്ജ് വായിച്ചാ ശരിയാവില്ല. വായിച്ചാ വിവരല്ലോ ഇവിടെ വേറെ ഉണ്ട്. മാഷ് ഇതൊന്നാണ് വായിച്ചാണി. കുറ്റിപ്പുറം വിവാഹവീരനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ആലപ്പുഴ സ്വദേശി ഉമ്മർകുട്ടി എന്ന ഉമ്മറാണ് പിടിയിലായത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 12 വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കുറ്റിപ്പുറത്തിനടുത്തെ അരീപ്പുഴയിൽ വെച്ച് 13ാമത്തെ നിക്കാഹിന് വരുമ്പോൾ അന്വേഷണത്തിൽ സംശയം തോന്നിയ നാട്ടുകാരാണ് കൈകാര്യം ചെയ്തതിനു ശേഷം പോലീസിൽ ഏൽപ്പിച്ചത്. നിലമ്പൂരിനടുത്ത പൊന്നാങ്കര സ്വദേശിയായ സാബിറയാണ് ആദ്യ ഭാര്യയെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നും ഉമ്മറുട്ടി പോലീസിനോട് സമ്മതിച്ചു. കഴിഞ്ഞ 12 വർഷത്തോളമായി മലപ്പുറം ജില്ലയിലെ പല സ്ഥലങ്ങളിലായി താമസിച്ചു കൊണ്ടിരുന്ന ഇയാളെ കോടതി 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പടച്ചോനെ, ഇത് നമ്മളെ മനാപ്പാണല്ലോ. അതന്നെ ഓനെ കുറച്ചു കാലമായിട്ട് ഇതിലൊന്നും കാണാത്ത. അടിക്കടി പ്രശ്നങ്ങളാണല്ലോ മൊല്ലാക്ക. അങ്ങക്ക് പടച്ചോങ്ങളെ കൈവിട്ടോ? ഇതൊക്കെ പടച്ചോന്റെ ഒരു പരീക്ഷണാണ്. മൊത്തം കിട്ടേണ്ട പരീക്ഷണാണ് പടച്ചോൻ മൊല്ലാക്ക് മാത്രമായിട്ട് കൊടുത്തുകണതേ. നാട്ടുകാരെ മുഴുവൻ ഉപദേശിക്കാൻ നടക്കണ മൊല്ലാക്കാന്റെ ഒരു ഗതിയേടേ. ഒരു മകനാണെങ്കിൽ തല്ലിപ്പൊളിയായിട്ട് പോയി, ഇപ്പം മരോനാണെങ്കിൽ ഇങ്ങനെ. എന്താ നിങ്ങൾ ഈ പറയണേ? ഒരാളിങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് വെറുതെ കലവിലോ വിടുക നിങ്ങള്? ആ, അവര് പറയുന്നൊക്കെ പറയട്ടെ. അങ്ങനെയെങ്കിലും ഒരു മനസ്സമാധാനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. പേപ്പറിൽ ഈ വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ കാര്യം അറിഞ്ഞിരുന്നു. ഇതറിയുമ്പോൾ നിങ്ങൾ പലർക്കും കുറച്ച് ദിവസം സന്തോഷിക്കാനുള്ള വക ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്കിതിലൊരു വിഷമമില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി വകയുള്ള വേറൊരു വാർത്ത ഈ പത്രത്തിനുണ്ട്. ദുബായിൽ വെച്ച് നിര്യാതനായി. ദുബായിലെ പ്രമുഖ വ്യവസായിയും വടകര സ്വദേശിയുമായ CK അബ്ദുള്ള ഹാജി ഹൃദയസ്തംഭനം മൂലം നിര്യാതനായി. കഴിഞ്ഞ മാസം വ്യവസായ ആവശ്യാർത്ഥം ദുബായിലേക്ക് പോയ ഇദ്ദേഹം നാളെ നാട്ടിലേക്കു മടങ്ങാനിരിക്കുകയായിരുന്നു. 45 വർഷത്തോളമായി പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട് മകൻ അൻവർ ദുബായിൽ ബിസിനസ് ചെയ്യുന്നു. എൻ്റെ മരവും മനാഫ് അല്ല, ഉമ്മറുട്ടി. ഓൻ പോലീസിൻ്റെ പിടിയിലായാലും എൻ്റെ മകളെ കുട്ടി വഴിയാതാരായാലും സന്തോഷം കണ്ടെത്തുന്ന നിങ്ങളെ മുമ്പിൽ എനിക്കൊന്നൊരു പ്രശ്നമല്ല. എൻ്റെ പഴയ ഒരു ചെങ്ങായിൻ്റെ മരണവാർത്തയാണ് ഇപ്പം നിങ്ങൾ വായിച്ചത്. ദർസിൽ ഓതുമ്പോഴുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ.
ഓൻ പിന്നെ അതെല്ലാം നിർത്തി വിസയും പാസ്പോർട്ടും സംഘടിപ്പിച്ച് വളരെ കഷ്ടപ്പെട്ട് ലോഞ്ചിന് പോയി. ഞാൻ ഈ നിലയിലുമായി. വർഷങ്ങൾക്ക് ശേഷം എന്നെ കാണാൻ വന്ന് എന്നെ പലതും പറഞ്ഞ് സമാധാനിപ്പിച്ച് സഹായിക്കുകയും ചെയ്തു. അതിനുശേഷം പോയതാ. ഓനെ പറിച്ചോ നേരത്തെ വിളിച്ചു. വല്ലാത്തൊരു കഷ്ടം തന്നെ. അയാളെ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഉപകാരം ഇല്ലാതെയായി. ഇല്ലാതായതല്ല, ഇല്ലാതാക്കിയതാ. ആര്? പടച്ചോനെ. ഉസ്മാനെ, പടച്ചോനെ പറഞ്ഞ എനിക്ക് ലേശം ഏറുണ്ട് കേട്ടോ. അന്റെ ചാങ്കും കൊള്ളും ഞാൻ ഉസ്മാൻ പറയല് കാര്യണ്ട് കേട്ടോ. പടച്ചോൻ ഭാഗത്ത് കൂടെ ഇത്രയും ക്ലിയർ ആയിട്ട് അടക്കണ ഒരു മനുഷ്യജീവിനെ ഈ പൊന്നാങ്കരയും മാസിട്ട് തരണാ കാണൂല. എന്നാലോ എടങ്ങേറും മുസീബത്തൊക്കെ കൂടി ഹോൾസെയിലായിട്ട് മൊല്ലാക്കാക്ക് എന്നാ കിട്ടിക്കൊണ്ടിരിക്കണം. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഇപ്പൊ നിങ്ങൾ ആ പോയിന്റ് തന്നെ എത്തിയിരിക്കുന്നു. ഇത് ഈ വിഷയത്തിൽ മുണ്ടരുത് ഉസ്മാനെ. കോയിനറക്കണ കത്യന്റെ അറിയില് അന്റെ ചാങ്കി അടുക്കും. നിർത്ത. എന്തത്? എന്റെ കാര്യത്തിൽ നിങ്ങൾ കഴുത്തും കത്തി നിൽക്കണ്ട. എന്റെ കാര്യത്തില് ഇന്നെക്കാലം ബജാർ ആർക്കുണ്ടാവുക? ഇതൊക്കെ പടച്ചോടെ ചെറിയൊരു പരീക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റു പലരും ഒരു വഴിക്കും പരീക്ഷണങ്ങളൊന്നും വരരുതെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുഞ്ഞുമൊയ്തീനുണ്ടല്ലോ, ഉണ്ടായ പരീക്ഷണങ്ങളൊക്കെ നേടാനുള്ള കരുത്ത് കാട്ട് റബ്ബേ എന്നാണ് പ്രാർത്ഥിക്കാറുള്ളത്. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പരീക്ഷണമാണോ? അള്ളാന്റെ റസൂലും മുത്തുനബി എന്തെല്ലാം അനുഭവിച്ചു. പട്ടിണിയും ദുരിതങ്ങളും ശത്രുക്കളെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് നാടുവിടലും, അങ്ങനെ എന്തെല്ലാം. വയസ്സുകാലത്ത് ആറ്റുനോറ്റുണ്ടായ മുത്തുനബി ഇസ്മായിലിനെ ഒരു സ്വപ്നത്തിലൂടെ ബലിയിറക്കാൻ പടച്ചോൻ പറഞ്ഞത്. ഭാര്യയെയും കുട്ടിയെയും മരുഭൂമിയിലിട്ട് ഉപേക്ഷിക്കാൻ പടച്ചോൻ ആവശ്യപ്പെട്ടത്. ഇതൊക്കെ ഇബ്രാഹിം നബി അനുഭവിച്ച ത്യാഗങ്ങളാണ്. കുഷ്ഠരോഗം കൊണ്ട് നരകയാതന അനുഭവിച്ച അയ്യൂബ് നബീൻ്റെ ചരിത്രം, പ്രിയപ്പെട്ട മകനായ യൂസുഫ് നബിയെ കാണാതെ വ്യസനിച്ച വൃദ്ധനായ യാക്കൂബ് നബിൻ്റെ ചരിത്രം, അങ്ങനെ നമ്മൾ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവാൻ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അള്ളാ ഇവരെയൊക്കെ പരീക്ഷിക്കുന്നത് ഇവരെ ഒന്നും ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അള്ളാന്റെ പരീക്ഷണം ക്ഷമയോടെ ഇവർ സ്വീകരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെയാണോ ഞാനൂരുകളായ നമ്മൾ? എന്നാലും നിങ്ങളെ മകൻ ഒരു നല്ല നിലയിലായിരുന്നെങ്കിൽ നിങ്ങൾ ഇത്ര വിഷമിക്കില്ലായിരുന്നു. അതിന് നമ്മളെ നാട്ടുകാരെ ഉപദേശിക്കാനും ഖുർആൻ ചരിത്രം പഠിപ്പിച്ചാനല്ല മൂപ്പർക്ക് നേരമുള്ളൂ. മൂപ്പരെ മകനാദ്യം നന്നാക്കട്ടെ, എന്നിട്ടല്ല നമ്മളെ. അത് പറഞ്ഞത് ശരിയാ. നിങ്ങൾ എന്നെ എത്ര വേണേലും പരീക്ഷിച്ചോളി. എന്നാലും ഞാൻ പറയേണ്ടത് നല്ലതിനാച്ചാൽ ഞാൻ പറയും. അതിലെന്റെ മകന് നിന്നോ അന്യ ആള് നിന്നോ ഒരു വേർതിരിവില്ല. എന്നിട്ടും മകൻ നന്നായിട്ടില്ലെങ്കിൽ അത് ഓൻ്റെ കുഴപ്പാ, അത് ബാപ്പയായ എൻ്റെ കുഴപ്പമല്ല. വലിയ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിച്ചാവാൻ പോണ നേരത്ത് നൂഹ് നബിന്റെ മകൻ നൂഹ് നബിന്റെ കപ്പലിൽ കയറാൻ കൂട്ടാക്കിയില്ല, അത് ഓൻ്റെ നഷ്ടം. അവിടെ നൂഹ് നബി ഒരു ബാപ്പാന്റെ കടമ ചെയ്തു. പിന്നെ ഈ ദുനിയാവിൽ കാണുന്ന ഏത് കാര്യത്തിലും കുഴപ്പം കണ്ടുപിടിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയാല് അവർക്ക് സ്വന്തം കുഴപ്പങ്ങൾ തിരിച്ചറിയാൻ നേരം ഉണ്ടാവില്ല. അതാണ് ഇങ്ങക്കൊക്കെ പറ്റിയ രോഗം. പണ്ടൊക്കെ ഗീബത്തും നമീബത്തും സ്ത്രീകളുടെ മാത്രം ഏർപ്പാടായിരുന്നു. ഇപ്പം അത് നമ്മൾ ആണുങ്ങൾ തുടങ്ങിയിരിക്കണം. അത് സ്ത്രീകൾ നന്നായോണ്ടല്ല, ഓർക്കത് നേരില്ലാത്തോണ്ടാ. അവർക്ക് TV സീരിയലൊക്കെ കാണണ്ടേ. അപ്പം അതെല്ലാം അവനവൻ്റെ ഇഷ്ടം. മനുഷ്യന്റെ ജീവിതം, ഇഹലോകം, പരലോകം, ഇതൊക്കെ ഒന്ന് ഓർക്കുക. നിശ്ചയമായും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്. പിന്നെ മൊല്ലാക്കാന്റെ ഈ പായരം പിടിച്ച ജീവിതമാണ് പലരെയും ഇടയിൽ മറ്റൊരു നേരം പോക്ക്. അതൊന്നും ഞാൻ കാര്യമാക്കല്ല. അള്ള വിചാരിച്ച ആർക്കാണ് എപ്പോഴാണ് എത്ര കൊടുക്കാന്ന് വല്ല വിഷയമുണ്ടോ? ഓന്റെ ഖജനാവിൽ അങ്ങനെ എത്ര ഉണ്ട്? അല്ലാ. എവിടെടാ ചെറ്റ ഹോമിയോ ഡോക്ടർ? അവനെ ഇന്ന് ഞാൻ ശരിയാക്കും.
ഡോക്ടർ നിങ്ങളെ കണ്ടപ്പോ മുങ്ങിയതാവും. അവൻ എവിടെ പോയി മുങ്ങിയാലും പൊങ്ങിയാലും നാളത്തെ സൂര്യോദയം കാണാൻ അവനുണ്ടാവില്ല. അവന്റെ ഒരു ഹോമിയോ ക്ലിനിക് മാറി നിക്കടാ. മാറടാ അവിടുന്ന്. അവനെ എന്റെ കയ്യിൽ കിട്ടും. എന്നാലും റഹീം ഡോക്ടറെ വലിയ വല്യമ്മത്തരം ദോടൻ തീർന്നല്ലോ. നാള് കോയിന്റെ കൊടലുമാലി റോട്ടുമെട്ടു എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം പുകില അയാൾ ഇവിടെ ഉണ്ടാക്കിയത്. അതിന് ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിൽ പകർച്ചവ്യാധികളും മാറാരോഗങ്ങളും വരുന്നത് നിങ്ങളെപ്പോലുള്ളവരുടെ ഇത്തരം പ്രവൃത്തികളാണ്. പോരാത്തതിന് വല്ലാത്ത നാറ്റവും. അപ്പൊ ഡോക്ടർക്കും ആൾക്കാരെ കണ്ടുപെടല്ലേ? എന്താ ഡോക്ടർ നിങ്ങളെ വരിയിലെ ചെലവ് നടത്തൽ തുടങ്ങിയോ? എടാ തിരുപ്പങ്കോയെ, വെറുതെ അല്ലേ നിന്റെ തിരുപ്പങ്കോയെന്ന് പറയണത്. ഈ കുറ്റം പറയുന്ന ഡോക്ടറെ മരുന്നും ചികിത്സയും ചായയും വെള്ളവും എത്ര നക്കിയിട്ടുണ്ട് നീ, നന്ദിയില്ലാത്തവനെ. ഇനി ഇവിടെ ശരിയാവില്ല. നിങ്ങള് ചായപ്പടിക്കാണ് തടി കേടാക്കണ്ട. ദൈവമേ, ആ ഡോക്ടർ നല്ലവനാ. അയാൾക്കൊരാപത്തും വരുത്തരുതേ. ജബ്ബാർ എന്തായാലും ഡോക്ടർ അഞ്ഞ് വെച്ചേക്കൂല. ജബ്ബാറിന്റെ ഒരു വിരലിന് തികല ഡോക്ടറിന്ന്. ഒരാള് മറ്റൊരാളെ വിരലിന്റെ അത്ര ഉണ്ടോ കയ്യിന്റെ അത്ര ഉണ്ടോ നോക്കണ നേരത്ത് പോയി കോയിറച്ചി വിറ്റ് 10 ഉറുപ്പ്യ ഉണ്ടാക്കാൻ നോക്കുക അതറേ. അല്ലാതെ മനുഷ്യരെ തമ്മിൽ തല്ലിക്കാനും തല്ല് കണ്ട് രസിക്കാനും ഇങ്ങനൊരു ജന്മങ്ങൾ. ഒരു മഹാത്മാഗാന്ധി വന്നിക്കണേ. ഇന്ന റോട്ടിൽ കൂടെ പട്ടിനെ തല്ലണ പോലെ തല്ലാൻ വേണ്ടി ഓടിച്ചിട്ടതേ എനിക്കല്ലേ അറിയുള്ളൂ. വേണ്ട വേണ്ട, നിനക്കെന്റെ പഴയ കടേ മുതലും പലിശയും ചേർത്ത് ഈ ആശാരിക്കുണ്ടനെ തന്നാണ്ടല്ലോ. തന്നാലെന്താ, ഞാൻ കൊല്ലും. അസ്സലാമലൈക്കും. വലൈക്കും സലാം. കഴിക്കാൻ എന്താ ഉള്ളത്? പൊറാട്ട ഉണ്ടോ? ആണ്ടേ, എന്നാ എടുത്തോ. എന്താ വേണ്ടേ? SP-യോ? പെസലേ ചിക്കെടുത്താലോ? എന്നാ എനക്ക് ചിക്കൻ എടുത്തോ. എന്താ നോക്കണേ? രസമുണ്ടോ? തരക്കേടില്ല. ശമ്പളം കെട്ടിട്ട് വേണം എനിക്കിങ്ങനെ ഒന്ന് തിന്നാൻ. പിന്നെ ആകെ ഉള്ള സമാധാനം കോഴിക്കാതറിൻ്റെ അടുത്ത കോയാന്നുള്ളതാ. ചത്തതാണോ ആർത്തതാണോ എന്ന് ആർക്കറിയാം. എന്താ കോമുജി പറഞ്ഞ് ഈ തിന്നവനോട് ഇങ്ങനെ പറയാ? ഇപ്പൊ കച്ചവടം പോയില്ലേ? അപ്പൊ സത്യം പറഞ്ഞാ കുഴപ്പമായത്? ഇപ്പത്തെ കാലത്ത് സത്യം പറയാനും പറ്റും. ഞാൻ പോവുക. എന്റെ റബ്ബേ, ഇനിയിപ്പൊ ഇത് മതിയാ പോന് തൂങ്ങിച്ചാകാന്. അല്ല അവരുണ്ട്. ഇന്നിപ്പോ നമ്മളവിടെ ആ കോയിന്റെ വേസ്റ്റ് കൊണ്ടായിടുക. ഏതായാലും ഒരു കാര്യം ചെയ്യും, ആ വണ്ടൂര് ബൈക്കുള്ള റോട്ടുമ്പോ കൊണ്ടായിട്ടളാ. ആ നമ്മളെ കോമല്ലത് പഹയം ബാഡിയായോ? അതെന്തായാലും ഉണ്ടാവില്ല. അല്ല ഞമ്മക്കൊരു പണി ചെയ്താലോ? പിന്നെ പഹേന്റെ എവിടെ വേണേലും തൊട്ടോ, കോന്തലമ്പ മാത്രം തൊടരുത്. ഞാൻ ഓകാലത്തിന്റെ വീട്ടിൽ കൊണ്ടുപോക, ബാക്കി നമുക്ക് അവിടുന്ന് ആക്കാം. എന്നാ പൊടിച്ചോ.
പഹേന്റെ ഒരു വെയിറ്റ്. അല്ലാ സുബ്ഹാനല്ലാ, ഞാൻ മരിച്ചിട്ടില്ലല്ലോ. പിന്നെങ്ങനെ ഞാൻ ഈ കബറിലെത്തി? മാൻ റബ്ബുക മൻ ഇമാമുക മാൻ ദീനുക. പഹേം ശരിക്കും പടിയായോ? ഇജ്ജ് അപ്പുറത്ത് പിടിച്ചോ, മെല്ലൻ കൊണ്ടുപോകാം നമുക്ക്. പഹേന്റെ ഒരു കനേ. കോയ രസം വള്ളം എടുത്താജ്. ഉണർന്നിന്റെ മുമ്പ് ഇത് അതിന്റെ ചോട്ടുകട വെച്ചളാ. ഉണർന്നാ അതിനേക്കാരം പ്രശ്നം. ഇതിന്റെ മഴ ഉണ്ടോ? അല്ലാ കാതറേ, തിരുപ്പിൻകോയേ, ഇനി ഞാൻ ചാകൂല, ആത്മഹത്യ ചെയ്യൂല. അഥവാ മരിക്കുകയാണെങ്കിൽ മഴക്കാല ചോദ്യങ്ങൾക്ക് മറുപടി പഠിച്ചേ ഞാൻ മരിക്കൂ. ഏറ്റു ഏറ്റു. എന്റെ കൽവിലെ വെണ്ണിലാവിലെ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചതോ എന്റെ മൊട്ട് പോലെ. അല്ലോ എവിടെടാ ഡോക്ടർ റഹീം? ഒന്നും ചെയ്യരുത്. മൂപ്പര് പോയിട്ട് 2 ദിവസമായി. പിന്നെ എന്തായാലും മൂപ്പര് വരും. ലാസ്റ്റ് ബസ് ഇല്ലെങ്കിൽ തോണിക്കടവത്തുണ്ടാവും. അല്ല ഡോക്ടറെ, എന്താ ഇത്ര വൈകി? നാട്ടിൽ നിന്ന് ഇവിടെ ബസ് വന്നിറങ്ങിയപ്പോൾ പൊന്നാങ്കയിലേക്കുള്ള ലാസ്റ്റ് ബസ് പോയി നിറഞ്ഞു. അപ്പോൾ പിന്നെ അക്കരെ കടവ് വരെ ബസ്സിന് വന്നു. നിങ്ങൾക്കൊരു കാറൊക്കെ വാങ്ങിക്കൂടെ ഡോക്ടറെ? ആ, അതൊക്കെ ഒഴിവാക്കേണ്ടി വന്നു. പിന്നെ സ്കൂട്ടറുണ്ട്, അതുകൊണ്ടൊന്നും ദൂരേക്ക് പോകാൻ പറ്റില്ല. അതെന്താ ഡോക്ടറെ കാർ കൊണ്ട് ഇത്ര ഇറങ്ങാറ്? അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മമ്മീസാക്ക. ഈ പൊന്നാങ്കരയിൽ ആരും അറിയാത്ത പ്രശ്നങ്ങൾ, ആരോടും ഞാൻ പറയാത്ത കുറേ വേദനകൾ. എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. മിസ്സാക്കാം. ടോർച്ചില്ല നിങ്ങൾക്ക് പോകാൻ? ഞാൻ പോയിക്കോളാം. അറിയില്ലല്ലോടാ, പെങ്ങളെ വേണം അല്ലടാ. എന്താ വിട് ചെപ്പാറേ, എന്താ ചെപ്പാറേ, എന്താ എന്താ? എന്താ ചെപ്പാറേ? വിട് ചെപ്പാറേ, എന്താ പറ? എന്താന്ന് വെച്ചാ പറ. ഇന്നത്തോടെ നിന്നെ ഞാൻ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കോടാം.
എന്തോന്ന് കടിച്ചു തോന്നുന്നുണ്ട്. എന്താ എന്താ പാമ്പ് കടിച്ചു എന്നാ തോന്നണ. അയ്യോ ഇവിടെ ആരുമില്ലാന്ന് തോന്നുന്നു. അതാ അവിടെ ഒരു തോണിയുണ്ട്. എനിക്ക് പിടിക്ക് അല്ലേ. വാ വാ മെല്ലെ വാ. നല്ല വിഷമുള്ള ഏതോ ഇനമാണ് കടിച്ചത്. ഒരു പാമ്പ് കടിച്ചതിൻ്റെ ലക്ഷണം മാത്രമല്ല കാണുന്നത്. തക്ക സമയത്ത് ഡോക്ടർ റഹീം ഇവിടെ എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കിടക്കട്ടെ, ഒരു തളർച്ചയുണ്ടാവും. പേടിക്കാനൊന്നുമില്ല, ഇഞ്ചക്ഷനുണ്ട്. അത് കഴിയും വരെ 2 ദിവസം ഇവിടെ കിടക്കട്ടെ. അസ്സലാമു അലൈക്കും.
വാലൈക്കും അസ്സലാം. എപ്പ എത്തി? ഞങ്ങളിപ്പോ കുറച്ചേരായി. ജബ്ബാർ പറഞ്ഞു നിങ്ങൾ ചായക്ക് പോയതാണെന്ന്. എന്നാലും ആ നേരത്ത് കുരുത്തം പോലെ നിങ്ങൾ തന്നെ അതിലെ വന്നോണ്ട് എന്റെ കുട്ടീന്റെ ആയുസ് നീട്ടിക്കെട്ടി. അല്ല നിങ്ങളെ കയ്യിനെന്ത് പറ്റി? അത് ജബ്ബാറിനെ കൊണ്ടുവന്നപ്പോ ഒന്ന് തെന്നി വീണതാ. ജബ്ബാർ നല്ല വെയിറ്റ് ആണ്. അല്ല വാപ്പ, ഡോക്ടർ നിങ്ങളോട് മറച്ചു വെക്ക. ഞാൻ തല്ലിയൊടിച്ചതാ ഡോക്ടറെ കൈ. എന്റെ റബ്ബേ, ഞാൻ എന്താ കേക്കണേ? അതിന് കാരണമുണ്ട്. ആ കാസിമാജി എന്നെ ചതിച്ചതാ. ഇത് വായിച്ചു നോക്കി. ജബ്ബാർ അറിയാൻ വേണ്ടി കാസിമാജി. മൂത്ത പെങ്ങൾ സാബിറാന്റെ ജീവിതം ഒരു കല്യാണവീരന്റെ കൈപ്പെട്ട് കുട്ടിച്ചോറായതറിയാലോ. രണ്ടാമത്തോൾക്കും അത് തന്നെ വരാൻ പോണു. കക്ഷി മറ്റാരുമല്ല, അല്ലമീൻ ഹോമിയോ ഹോസ്പിറ്റലിലെ റഹീമ. എൻ്റെ ബാപ്പ ഇതിന് കൂട്ടാണ്. ആ റഹീമിനെ തല്ലി ഓടിച്ചില്ലെങ്കിൽ ഇതാണെന്ന് പറഞ്ഞിട്ട് മീശം വെച്ച് നടക്കുന്നത് യാതൊരു കാര്യമില്ല എന്ന് എൻ്റെ പഴയ മുതലാളി കാസിമാജി. ഇന്നാലില്ലാ, എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ ആ കാസിമാജി എഴുതി പിടിപ്പിച്ചത്. എന്നാലും ഓൻ്റെ ഈ കുരുട്ടുബുദ്ധി കൊണ്ട് ഗുണം ഉണ്ടായിക്കണേ. എന്റെ കുട്ടീനേക്ക് തിരിച്ചു കിട്ടിയല്ലോ, അത് ഇതുകൊണ്ടാ. ബാപ്പ, എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി. അതുകൊണ്ടായി ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അല്ലെങ്കിൽ എൻ്റെ പെങ്ങന്മാരെ പറ്റി പറയാൻ ഇവിടെ ആർക്കെങ്കിലും നാക്കു വന്നുവോ? റഹീം സാറേ, നിങ്ങൾ എന്നോട് പൊറുക്കണം. എന്നാലും നിങ്ങളെപ്പോലുള്ള ഒരാളോട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നല്ലോ. നിങ്ങളെ കൈ ഞാൻ തല്ലി ഓടിച്ചിട്ടും നിങ്ങളെൻ്റെ ജീവൻ രക്ഷിച്ചല്ലോ, അത് ഞാൻ മറക്കില്ല. ഞാൻ ഈ ബെഡിൽ നിന്നൊന്ന് എണീക്കട്ടെ. ആ കള്ളക്കാസിമിനൊന്ന് കാണുന്നുണ്ട്. നിങ്ങളെ കൈ ഒടിഞ്ഞിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. എന്നാലും വഴക്കിനും വക്കാണത്തിനും ഒന്നും ഇനി പോണ്ട. ഒരു കാര്യത്തിൽ വിഷമമുണ്ട്. എൻ്റെ കുട്ടീനെ നിങ്ങളെ ചുറ്റിപ്പറ്റി ഓൻ ഇല്ലാത്ത കള്ളക്കഥ പറഞ്ഞുണ്ടാക്കിയില്ലേ? അതൊന്നും സാരല്ല. ഒരു കണക്കിന് അതൊക്കെ നന്നായി. ജബ്ബാറിനെ പാമ്പ് കടിച്ചതും എനിക്ക് 2 കിട്ടിയതുമൊക്കെ വളരെ നന്നായി. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ പഴയ ജബ്ബാറിനെ തിരിച്ചു കിട്ടിയല്ലോ. എന്തായാലും ഓൻ പടക്കാക്കിയത് ഓൻ കാരണം തന്നെ നന്നായി. ഒടുവില് എന്റെ തല്ലിപ്പൊളി ജബ്ബാറിനെ എനിക്ക് തിരിച്ചു കിട്ടി. ഞമ്മളെ പണി ഒന്നും ഏറ്റില്ല. എന്താ ചെയ്യാ? നായിന്റെ വാല് എത്ര കാലം കൊയലിട്ടാലും നീരൂലാച്ചാല്. ഏത് നായിന്റെ കാര്യങ്ങളെപ്പോ ഈ പറയണത്? എടോ, ഞാൻ ചാകാൻ വേണ്ടി മരത്തുമ്പോ കയറിയതല്ല, 2 കന്യാങ്ങ വറക്കാൻ വേണ്ടി മരത്തുമ്പോ കയറിയതാ. എത്താ എനിക്ക് കന്യാങ്ങന്റെ ആവശ്യം? കല്ലോടോ എന്റെ പെണ്ണുങ്ങക്കാ. എന്റെ കാര്യത്തില് ഞങ്ങൾക്ക് നല്ല ബേജാറുണ്ട് കോമോ. ചുരുങ്ങിയത് ഒരു 5-6 കൊല്ലെങ്കിലും കിടക്കേണ്ടി വരുന്നാ ഡോക്ടർ പറഞ്ഞത്. ഇന്റെ കാര്യം ആലോചിച്ച് നിങ്ങൾ പേടിച്ചണ്ട. അപ്പുറത്തെ ബെഡ് ബുക്ക് ചെയ്ത് പോയിക്കോളി. വേറൊന്നും കൊണ്ടല്ല, ജബ്ബാർ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഓനും റഹീം ഡോക്ടറും ഇപ്പൊ ഒന്നായിക്കണ്. ഓലെ തമ്മിത്തല്ലേക്ക നിങ്ങളും കാസിം ഹാജിയെ സഹായിച്ചതല്ലേ? കുട്ടെന്നെ തല്ലും എന്ന് പറഞ്ഞേ നിങ്ങൾ ഇന്നെ വല്ലാതെ പേടിപ്പിച്ചില്ലേ? ഇഞ്ഞ് കിട്ടാൻ പോണ നിങ്ങക്ക. എന്താ കോമോ? പഹയ കണ്ണോട്ട് പേനിട്ടതാ. കാതറേ, തിരുപ്പ, വിവരം അറിഞ്ഞില്ലേ? ജബ്ബാർ കാസിമാജിന്റെ കുടിക്ക് പോയിക്കണേ. ബാക്കിൽ പോലീസ് ജീപ്പ് പോയിക്കണേ. ഞാൻ ഈ 2 കണ്ണോണ്ട് കണ്ടല്ലേ. അവൻ പറഞ്ഞ് വിശ്വസിക്കണ്ട.
പണ്ട് എന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയാനാവോ? അതിന് ചിന്നെ പട്ടിനാട്ടും പോലെ ആട്ടിയിട്ടുണ്ടല്ലോ. ഈ കുട്ടനും കോമും പഴയ കാര്യം പറഞ്ഞിങ്ങനെ ഊതി വീർപ്പിച്ചണ്ട. കോമു പറഞ്ഞത് നേരാണെങ്കിൽ കാസിമാജിന്റെ കാര്യം തീർന്നു. അല്ല, ജബ്ബാറിന് പിന്നാലെ പോലീസ് ജീപ്പും ആ വഴി പോയി എന്നാ കേട്ടത്. ജബ്ബാറിന്റെ പഴയ കേസും കൂട്ടം ഉണ്ടാവും. അതിനാണ് ജബ്ബാർ കാസിമാജിന്റെ അടുത്തേക്ക് പോയത്, പോലീസ് ജീപ്പ് ബാക്കിലും പോയത്. എന്തായാലും ഉച്ച കാഴ്ച കാക്കണം. പെരി പോയിട്ട് കുപ്പായെന്ന് മാറ്റാം ആദ്യം. ഞമ്മളങ്ങോട്ട് വിടുക. കായിക്കാരന്റെ അടുത്തേക്ക് പോകുമ്പോ ഡ്രസ്സ് മാറ്റായിട്ടാ നമ്മൾ ഉള്ളതാണ്ട് ഊരും. നിങ്ങൾ മാറിക്കട. കാസിമേ, പാലക്കാടിന് കണ്ടെടുത്ത ചന്ദൻ തടികളും നിലമ്പൂരിൽ കണ്ടെടുത്ത തേക്ക് തടികളും നിന്റെ ഗോഡൌണിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. നടക്കടാ, നിന്റെ കുറച്ച് കൂട്ടാളികളെ കിട്ടാനുണ്ട്. 15 വർഷം നീ പുറലാൻ കാണില്ല. കേരള അങ്ങോട്ട്. കാസിമാജിനെ പോലീസാണ് കൊണ്ടുപോണത്. മിക്കവാറും 15 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നമ്മളെ ഈ കോലം ഉണ്ടാവും. ബാപ്പ പറഞ്ഞത് എത്ര ശരിയാ. കാസിമാജിക്ക് കൊടുക്കാനുള്ളത് പടച്ചോൻ തന്നെ കൊടുത്തു. സത്യം പറഞ്ഞ പലവിധ സ്വഭാവ വൈകൃതങ്ങളും പെരുമാറ്റങ്ങളുമൊക്കെയുള്ള ഒരു പ്രത്യേക വർഗം തന്നെയാണ് നമ്മൾ മനുഷ്യർ. പണ്ട് കവി പാടിയ പോലെ, ഒരു ശാസ്ത്രഗ്രന്ഥവും ഇന്നോളം കണ്ടില്ല മനമെന്ന പ്രതിഭാസം സൂക്ഷ്മമായി. എത്ര സത്യം അത്. ഡോക്ടറെ, സത്യം പറഞ്ഞ അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞമ്മക്കില്ല. ഈ കഥയും കവിതയൊന്നും നമ്മളെ തലയിൽ കയറൂല. അതെന്താ ജബ്ബാർ അങ്ങനെ പറയുന്നത്? അതിന് പ്രത്യേക തലയൊന്നും വേണ്ട. നമ്മൾക്ക് താല്പര്യമുള്ളതിനും ഇല്ലാത്തതിനും അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മനസ്സിലാവുകയും മനസ്സിലാവാതിരിക്കുകയും ചെയ്യുക. വാ, അതൊക്കെ പോട്ടെ. ഇവിടെ കഥയോ കവിതയോ അല്ല വിഷയം. ഞാൻ നമ്മുടെ ഈ പൊന്നാങ്കരയിലെ ചില മനുഷ്യമൃഗങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പം എനിക്ക് മനസ്സിലായി. ഡോക്ടറെയും എൻ്റെ പെങ്ങൾ സെലീനാനെയും കുറിച്ച് ഈ നാട്ടിലെ ചില ചെറ്റകൾ എന്തെങ്കിലും പറയണ്ടെന്ന് കരുതി മനസ്സ് വിഷമിച്ചിട്ടുള്ള വർത്താന ഡോക്ടർ ഇപ്പം ഈ പറഞ്ഞത്. അതിനൊറ്റ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താ അത്? എന്താണോ, നിങ്ങൾ സെലീനാനെ നിക്കാഹ് കഴിച്ച് ഇവരെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. അതിന് ആങ്ങളെന്ന നിലക്ക് എനിക്ക് 100 വട്ടം സമ്മതം. പക്ഷേ അത് ഞാൻ നിർബന്ധിക്കൂല. നിങ്ങളെ മനസ്സിൻ്റെയും കൂടിയും താല്പര്യം പോലെ ആണല്ലോ അത് നടക്കേണ്ടത്. ഞങ്ങളെ വീട്ടിൽ എല്ലാവർക്കും സമ്മതം. ജബ്ബാറെ, നിങ്ങളെ കുടുംബത്തെ ഇഷ്ടപ്പെടാത്ത പ്രശ്നമൊന്നും എനിക്കില്ല. എന്നാലും ഞാനൊരു തല്ലിപ്പൊളി ജബ്ബാറായതുകൊണ്ടാണോ എൻ്റെ 18ാമത്തെ വയസ്സിൽ കാസിമാജിൻ്റെ ഡ്രൈവറായി പോയാനാ ഞാൻ. അയാൾക്ക് വേണ്ടി ഒരുപാട് ചെറ്റത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വാപ്പാനെയും കുടുംബത്തെയും മനസ്സിലാക്കാൻ വൈകിപ്പോയി. എൻ്റെ ജീവിതത്തിലെ ഈ മാറ്റത്തിന് പ്രധാന കാരണം നിങ്ങളും കൂടിയാണല്ലോ. ഇനി പടച്ചോനെ മനസ്സിലോർത്ത് മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ. അതിൻ്റെ പേരിൽ എൻ്റെ പെങ്ങൾ സെലീന നിങ്ങൾ ഒഴിവാക്കരുത്. ജബ്ബാറെ, നിങ്ങളെ കുടുംബത്തെ ഇഷ്ടപ്പെടാത്ത പ്രശ്നമൊന്നും എനിക്കില്ല. എന്നാലും എന്തോ ഒന്ന് നിങ്ങളെ മനസ്സൊരുക്കുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ തുറന്നു പറഞ്ഞോളേ, അത്രയും ഭാരം കുറഞ്ഞു കിട്ടുമല്ലോ. കോമു ആസ്പത്രിയിൽ പറഞ്ഞത് നേരാ. ജബ്ബാറും ഡോക്ടറും കൂടി വരുന്നുണ്ട്. നമ്മളെ കഥ വണ്ടി തിരിച്ചു വിട്, വണ്ടി തിരിച്ചു വിട്, വണ്ടി തിരിച്ചു വിടുന്ന്. ജബ്ബാറെ, ഞങ്ങൾ കാട്ടരുത്. ഞങ്ങൾക്ക് ഒരുപാട് തെറ്റി. ഞങ്ങൾക്ക് മാപ്പ് തരണം. ആ കാസിമാജിന്റെ വർത്താനം കേട്ട എന്റെ കുടുംബത്തെ പറ്റി ഞങ്ങൾ ഒരുപാട് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. പൊറുക്കണം, മാപ്പ് തരണം. എന്നോടും അതൊക്കെ പോട്ടെ, മനുഷ്യന്മാരാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും സാരല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തൊക്കെ വൃത്തിയേട് കാണിച്ച എനിക്കാരാ മാപ്പ് തരാം? എല്ലാം ഞമ്മക്ക് പടച്ചവനോട് പറയാം. ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇന്നെ കാണുമ്പോൾ ഓടരുത്.
ഞമ്മളൊക്കെ ഒന്നാ. അത് ശരി, ഇപ്പൊ നിങ്ങള് പൊന്നാങ്കരക്കാരൊക്കെ ഒന്നായി, ഞാനാണെങ്കി ഒറ്റയ്ക്കുമായി. അല്ല ഡോക്ടറെ, നിങ്ങള് പൊന്നാങ്കരക്കാരൻ തന്നെയാണ്. അതിനിപ്പത്താ നിങ്ങൾ ഇവിടെ തന്നെ കൂടിക്കോളി. നിങ്ങൾക്ക് പറ്റിയൊരു കല്യാണം നമ്മളെടുത്തിട്ട്. ആരാപ്പത്? നമ്മളെ സെലീനാനെ തന്നെ. ഞങ്ങളൊക്കെ ഇപ്പൊ ഇത് വേണ്ടീനും വേണ്ടാത്തീനൊക്കെ പറഞ്ഞ് സെലീനാന്റെ പുതിയാപ്പള നിങ്ങൾ തന്നെയാണ്. ഇനി ഇവിടെ എന്നാ ശരിയാവില്ല. ഈ സൈക്കിൾ കൊടുത്തിട്ട് വേണം വേറൊന്നെടുത്ത് വേറൊരു ബൈക്ക് പോകാം. എന്നാ ഞമ്മള് വരട്ടെ. ഈ ബിലീസ് ഇഞ്ഞ വിട്ടിട്ടില്ലല്ലേ. കണ്ടോ ഡോക്ടറെ ഓല് പറഞ്ഞത്? എല്ലാവർക്കും ഈ കാര്യത്തിൽ നിങ്ങളെക്കുറിച്ച് ഇഷ്ടവും സമ്മതമാണ്. പിന്നെന്താ നിങ്ങൾക്ക് ഇത്ര വിഷമം? ജബ്ബാറെ, ഒരു വലിയ വിഷമം എൻ്റെ മനസ്സിലുണ്ട്. അത് വളരെ ശരിയാണ്. ഒരിക്കലും തീരാത്ത, ഒരിക്കലും മാറാത്തൊരു വിഷമം. വളച്ചുകെട്ടില്ലാതെ ഞാൻ പറയാം, എൻ്റെ നിക്കാഹ് ഒരിക്കൽ കഴിഞ്ഞു. തന്നെ? നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളും ഇല്ല എന്നാണല്ലോ ഞാൻ കേട്ടത്. അത് ശരിയാ, എനിക്ക് ഭാര്യയും കുട്ടികളൊന്നുമില്ല. ഫാത്തിമ, അവൾ എൻ്റെ അമ്മാവൻ്റെ മോളായിരുന്നു. അന്ന് പെണ്ണല്ലോ ഫാത്തിമ, ഖൈറായ കൺമണി ഫാത്തിമ. കണ്ണിന്നു കണ്ണായ കൺമണി, കരളിന്നു കരളായ പൊരുളേ നീ. കണ്ണിന്നു കണ്ണായ കൺമണി, കരളിന്നു കരളായ പൊരുളേ നീ. തത്തമ്മ പെണ്ണല്ലോ ഫാത്തിമ, ഖൈറായ കൺമണി ഫാത്തിമ. തത്തമ്മ പെണ്ണല്ലോ ഫാത്തിമ, ഖൈറായ കൺമണി ഫാത്തിമ. കണ്ണിന്നു കണ്ണായ കൺമണി, കരളിന്നു കരളായ പൊരുളേ നീ. കഥനമെനിക്കേകി പറന്ന് പോയി, വ്യഥകളൊരായിരം കൂട്ടിനായി. കഥനമെനിക്കേകി പറന്ന് പോയി, വ്യഥകളൊരായിരം കൂട്ടിനായി. മോഹങ്ങൾ പൂവണിയും ദിനമന്നാകെ, ദുഃഖക്കടലായി ജീവിതമാകെ. മോഹങ്ങൾ പൂവണിയും ദിനമന്നാകെ, ദുഃഖക്കടലായി ജീവിതമാകെ. തത്തമ്മ പെണ്ണല്ലോ ഫാത്തിമ, ഖൈറായ കൺമണി ഫാത്തിമ.
തത്തമ്മ പെണ്ണല്ലോ ഫാത്തിമ ഹൈറായ കൺമണി ഫാത്തിമ കണ്ണിന്നു കണ്ണായ കൺമണി കരളിന്നു കരളായ പൊരുളേ നീ പരലോകത്തിൽ പ്രിയതമയായി അനശ്വര സ്നേഹത്തിനരുമയായി ഇഹപരലോകത്തിൽ പ്രിയതമയായി അനശ്വര സ്നേഹത്തിനരുമയായി മായില്ല മനമിതിൽ നിൻ വദനം നീയില്ല ജീവിതം തരും കഥനം മായില്ല മനമിതിൽ നിൻ വദനം നീയില്ല ജീവിതം തരും കഥനം. നമ്മൾ ഈ പാവം മനുഷ്യർ ഒന്ന് കൊതിക്കുന്നു, സർവശക്തനായ അള്ളാഹു മറ്റൊന്ന് വിധിക്കുന്നു. അൽഹംദുലില്ലാ. നശിപ്പിച്ചു. ഓരോരുത്തർ വന്ന് ഓരോന്നിങ്ങനെ ഒഴിവാക്കി പോവും. ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കി വെക്കാൻ. ഒരു കാര്യം ഞാൻ പറയാം, 5-6 ദിവസമായി ഞാൻ മനുഷ്യപ്പറ്റി കാണിക്കാൻ തുടങ്ങിയിട്ട്. ഇനി എന്നെ കൊണ്ട് പറ്റില്ല. ആരും നോക്കാൻ ആളില്ലെങ്കിൽ പൈസ കൊടുത്ത ആളെ കിട്ടുവേ. അനക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് കേട്ടത് മുതൽ ഒന്ന് കാണണമെന്ന് കരുതി. നിന്റെ മോളെ മൊഴിയല്ലാത്തിടത്തോളം കാലം ഈച്ചിന്റെ മരുമോൻ തന്നെയാണല്ലോ. 12 പെണ്ണ് കെട്ടിയിട്ടും ഒരു പെണ്ണ് പോലും നോക്കാല്ലാത്ത എൻ്റെ ഈ അനുഭവം ഇതെല്ലാവർക്കും ഒരു പാടാവണം. ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്റെ മോളും എന്നെ നോക്കും. അതെന്തിനാന്ന് എനിക്കറിയോ? എന്റെ മോക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിട്ടാ. കാരണം എന്റെ മോള് ജീവൻ കളഞ്ഞൊരുങ്ങിയതാ. അങ്ങനെ തെറ്റിന്റെ മോക്ക് പറ്റിപ്പോയി. അത് പടച്ചോൻ പൊറുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഓൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടും. ഇനി കിടന്ന കിടപ്പില് ചെയ്തു പോയ തെറ്റുകൾക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ പടച്ചോൻ മാപ്പ് തരും. സർവശക്തനായ തമ്പുരാൻ ദയാലുവും അതീവ കാരുണ്യവാനുമാണ്. അത് മറക്കരുത്. മോനെ ഞങ്ങൾ തെറ്റു പറ്റിപ്പോയടാ.
കാര്യങ്ങളൊക്കെ റഹീം ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു. അവൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ദുരന്തം അവൻ ഇപ്പോഴും മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ മറ്റൊരു കല്യാണത്തിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. നിങ്ങളോടും കുടുംബത്തിനോടും ഓന് വല്ലാത്തൊരടുപ്പം തോന്നി. ജബ്ബാറിനോടെല്ലാം പറഞ്ഞിനു. പിന്നെല്ലാം പടച്ചോന്റെ വിധിയല്ലേ. രണ്ടാം കെട്ടുകാരെന്ന് കണക്കാക്കാതെ സലീനാനെ ഞങ്ങളെ കുട്ടീനെ കൊണ്ട് നിക്കാഹ് ചെയ്യിപ്പിച്ചൂടെ? ഞങ്ങൾക്ക് ആണും പെണ്ണുമായിട്ട് ഓൻ തന്നെയുള്ളൂ. ഓന് മാത്രമല്ല, ഞങ്ങൾക്കൊക്കെ മല്ലാക്കാനെയും കുടുംബത്തെയും പെരുത്തി ഇഷ്ടപ്പെട്ടു. പൊന്നും പണ്ടും ഒന്നും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. പക്ഷേ തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമാകും. ബാപ്പ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്തു പറയാനാ? നിങ്ങളെപ്പോലുള്ളൊരു കുടുംബത്തിക്ക് ഒരു കുട്ടിനെ കെട്ടിച്ചു വിടുക എന്ന് പറഞ്ഞാ അതിലും വലിയ ഹൈറ് പിന്നെന്താ? അൽഹംദുലില്ലാ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. അസ്സലാമു അലൈക്കും. വരട്ടോ. ആ റഹീമിന്റെ ബാപ്പയാണെന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഇത്ര നല്ല ബന്ധം ഇനി നമുക്ക് കിട്ടൂല. വെറും കൈയോടെ എൻ്റെ കുട്ടിനെ ഇറക്കി വിടണം ആലോചിക്കുമ്പോൾ സഹിക്കാൻ പറ്റണില്ല. പടച്ചോ എന്തെങ്കിലുമൊക്കെ മാറും കാര്യത്തിലായിരിക്കും. ഇത്ര തണ്ടും തടിയെല്ലാം മോണ്ടായിട്ടും ഈ വയസ്സുകാലത്ത് ഉപ്പ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു. തെറ്റുകളൊക്കെ തിരുത്തി ഈ പടച്ചോ ഭാഗത്ത് തിരിച്ചു വന്നല്ലോ. ഇനിയുള്ള കാലം നന്മ ചെയ്ത് ജീവിക്കാൻ നോക്ക്. എന്നാ പിന്നെ അള്ളാന്റെ കോടതിയിൽ നിന്ന് ശിക്ഷ കിട്ടാതെ രക്ഷപ്പെടാം. കൊറേ നേരായല്ലോ ബാപ്പി മോനും വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിരിക്കണേ. കഞ്ഞി എടുത്ത് വെച്ചിരിക്കണേ, ചൂടാറും. പോന്നാണി. പടച്ചവനുണ്ട് എന്നതിന് എന്താ ഒരു തെളിവ്? ആ പേരിലെ ജബ്ബാറിനെ കണ്ടച്ച് ഓനിൽ വന്ന ജീവിതമാറ്റം തന്നെയാണ് പടച്ചോണ്ട് ഇതിന് ഏറ്റവും വലിയ തെളിവ്. നിങ്ങളുടെ ഈ പടച്ചവന് എന്തുകൊണ്ട് എന്നിലൊരു മാറ്റം വരുത്താൻ കഴിയുന്നില്ല? എന്താ നമ്മളെ ഉസ്മാനെ സംശയം പടച്ചോണ്ടോന്ന്. പടച്ചോണ്ടെന്നില്ല എന്താ തെളിവ് എന്നാ പോൻ ചോദിക്കണേ. എന്നാ ഒന്ന് മാറിക്ക്. ഉസ്മാനി ഞാൻ കാണിച്ചു കൊടുക്കാലോ. അള്ളാന്റെ വായു ഓസിക്ക് വലിച്ചേറ്റുമ്പോ ഇതൊന്നും പടച്ചോനെ കാണൂല. അത് 2 മിനിറ്റ് കിട്ടാന്നപ്പോ ഇജ് പടച്ചോനെ കണ്ടില്ലേ? ഇപ്പൊ പടച്ചോനെ കാണുകയും ചെയ്തു, മുഖത്തിന് മാറ്റവും വന്നു. അതെ, ഇവിടെ ഈ കുഞ്ഞിമൂതി മുല്ലാക്കാന്റെ വീട് എവിടെയാണ്? മൊല്ലാക്കാന്റെ എവിടേക്കാണ് ആ വണ്ടി പോണത്? അപ്പൊ എന്തോ മെച്ചുണ്ട്. ബാ ഞമ്മക്കും പോയോക്ക. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉപ്പാന്റെ സ്നേഹിതൻ അബ്ദുല്ലാജിന്റെ മോന അൻവർ.
എൻ്റെ ഉപ്പാനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടതാ ഞാൻ. കണ്ടു മതിയായില്ല. ഓനെ എന്നെക്കാൾ നേരത്തെ പഠിച്ചോൻ കൊണ്ടുപോയി. ഇരിക്കുമോനെ. അതൊന്നും സാരല്ല. പടച്ചവൻ കണക്കാക്കുന്നത് പോലെയല്ലേ കാര്യങ്ങൾ. ഉപ്പ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. മരിക്കുന്നതിൻ്റെ മുമ്പുള്ള ഒസ്യത്തിലും നിങ്ങളുടെ കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാനുണ്ടാവും എന്നും. ഇത് ഞാൻ എൻ്റെ ഉപ്പാക്ക് കൊടുത്ത വാക്കാണ്. അൽഹംദുലില്ലാഹ്. മക്കളെ ചായ എടുക്കി. അതൊന്നും ഇപ്പോൾ വേണ്ട, പിന്നീടാവാലോ. സെലീനാൻ്റെയും ജബ്ബാറിൻ്റെയും ഒക്കെ കല്യാണങ്ങൾക്ക് എന്നെ പ്രത്യേകം ക്ഷണിക്കുമല്ലോ. എന്ത് ഇതൊക്കെ? സാബിറാനെ കെട്ടിച്ചതിൻ്റെ കടം, കാസിമാജിൻ്റെ മുഖത്ത് നോക്കി സത്യം പറഞ്ഞതിന് പള്ളി കമ്മിറ്റി നിങ്ങളെ പിരിച്ചുവിട്ടതിന് വന്ന ബാധ്യതകൾ, കൂടാതെ സെലീനാൻ്റെ കല്യാണക്കാര്യം. എല്ലാറ്റിനും വേണ്ടത് കാശാണ്. അത് പടച്ചവൻ എൻ്റെ ബാപ്പാക്ക് വേണ്ടുവോളം കൊടുത്തു. നിങ്ങൾക്ക് വളരെ കുറച്ചല്ലേ തന്നുള്ളൂ. പടച്ചവൻ റഹ്മത്തും ബർക്കത്തും വേണ്ടുവോളം ചൊരിഞ്ഞപ്പോൾ നമ്മളെ കൂടെയുള്ളവരെ നമ്മൾ സഹായിക്കണ്ടോ എന്ന് നിരീക്ഷിക്കും. അത് പേടിക്കുന്ന ഒരു യഥാർത്ഥ മുസൽമാൻ്റെ മകനാണ് ഞാൻ. അതുകൊണ്ട് ഇത് നിങ്ങൾ സ്വീകരിച്ചാൽ എനിക്ക് സമാധാനമാവും. നിങ്ങളെ സ്നേഹിതൻ അബ്ദുള്ളാജിക്കും. അതുപോട്ടെ. എന്താ ജബ്ബാറെ, ദുബായ്ക്കൊരു വിസറിനോണ്ട് ബുദ്ധിമുട്ടുണ്ടോ? അത് ചോദിക്കാണ്ടോ, 100 വട്ടം സമ്മതല്ലേ. അവിടെ ഷെയ്ഖിന്റെ ഗുണ്ടാകാനൊന്നല്ല കേട്ടോ. പൊന്നാങ്കരക്കാരെല്ലാരും ഉണ്ടല്ലോ. ഇവരിപ്പോ ഇങ്ങോട്ട് വന്ന കാര്യം നമ്മളെ കോയ കണ്ടിട്ടുണ്ടാവൂലേ? ഏതായാലും നന്നായി. കാര്യങ്ങളൊക്കെ എങ്ങനെ ആയ സ്ഥിതിക്ക് സെലീനാന്റെ കല്യാണം ഞങ്ങൾ പൊന്നാങ്കരക്കാര് മൊത്തം ഒരു ആഘോഷമായിട്ടാണ് മാറ്റുക. പൊന്നാങ്കര മുഴുവൻ പന്തലിടുക. അതിന്റെ കോയിന്റെ കാര്യം നമ്മളേറ്റ്. പടച്ചോന്റെ ഖജനാവില് ഒരുപാടുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. അതിപ്പോ എന്റെ സ്നേഹിതന്റെ മന്റെ രൂപത്തില് എന്റെ അടുത്ത് വന്നിക്കണം. അതുകൊണ്ട് എല്ലാം പടച്ചോനിലർപ്പിച്ച് അധികം ആഘോഷങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഈ കല്യാണം നടത്താം. എന്താ സ്മനെ? പൊന്നാരമല്ലാക്ക, ഞാൻ പഠിച്ചോനെന്ന് ശരിക്കും കണ്ട്. ജബ്ബാറ് കാണിച്ചു തന്നു പഠിച്ചോൻ എനിക്ക്. 6 കൊല്ലം കൊണ്ട് ശരിയാക്കുള്ളൂ എന്ന് പറഞ്ഞ എന്റെ ഈ നട്ടല് ഈ ഊര 1 മാസം കൊണ്ട് ശരിയായി. ഇനി ഈ കോമ് പടച്ച റബ്ബാണ് സത്യം, മൊല്ലാക്കാണ് സത്യം. ഈ കോമ് ആത്മഹത്യ ചെയ്യണ പ്രശ്നല്ല. പടച്ചോന്റെ ഖജനാവിലെത്ര എണ്ണിയാൽ തീരാത്ത യാത്ര. പടച്ചോന്റെ ഖജനാവിലെത്ര എണ്ണിയാൽ തീരാത്ത യാത്ര. അളവില്ലാത്ത ധനമുള്ള ഖജനാവ് നൽകും തോറും നിറയും ഖജനാവ്. അളവില്ലാത്ത ധനമുള്ള ഖജനാവ് നൽകും തോറും നിറയും ഖജനാവ്. പടച്ചോന്റെ ഖജനാവ്, പടച്ചോന്റെ ഖജനാവ്, പടച്ചോന്റെ ഖജനാവ്, പടച്ചോന്റെ ഖജനാവ്, പടച്ചോ